സൽസന്താനങ്ങൾ, അഷ്ടാദശ പുരാണങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ മാർക്കണ്ഡേയ പുരാണത്തിലെ കഥകൾ നമ്മൾ പറയുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയായി ആ മാർക്കണ്ഡേയ പുരാണത്തിൽ നമ്മൾ ബാക്കി വെച്ച കഥകൾ ഇന്നത്തെ പുരാണമനനവുമായി ബന്ധപ്പെട്ട് വരാഹ പുരാണത്തിലെ കുറച്ച് കഥകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കേൾക്കാം. മാർക്കണ്ഡേയ പുരാണത്തിലെ ഏറ്റവും അവസാനം വളരെ വിശേഷപ്പെട്ടതായ തീർത്ഥമാഹാത്മ്യമാണ് പറയുന്നത്. എല്ലാ പുരാണങ്ങളിലും തീർത്ഥമാഹാത്മ്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ തീർത്ഥമാഹാത്മ്യങ്ങൾ കാണാൻ കഴിയുന്നത് സ്കന്ദപുരാണത്തിലും പത്മപുരാണത്തിലുമാണ്. ഭാരതത്തിലുള്ളതായ പുണ്യതീർത്ഥങ്ങൾ, ഈ പുരാണങ്ങളിൽ പറയുന്ന തീർത്ഥങ്ങളൊക്കെയും ഇപ്പോഴും പുണ്യതീർത്ഥങ്ങളായി തന്നെ നിലനിൽക്കുന്നു എന്നത് പുരാണങ്ങളുടെ സാങ്കത്യത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. വിവിധ ദേശങ്ങളിൽ വിവിധ ഐതിഹ്യങ്ങളിൽ പ്രസിദ്ധമായിരിക്കുന്ന ആ തീർത്ഥ ചരിത്രങ്ങളെല്ലാം തന്നെ പുരാണങ്ങളിൽ വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ചിരിക്കുന്നു. ചില തീർത്ഥഘട്ടങ്ങളുടെ വിസ്തൃതി പോലും പുരാണങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവിടെയുള്ള പർവ്വതങ്ങൾ, പുഴകൾ, ഏതൊക്കെ പുഴകൾ ഒഴുകിയാണ് ഏതൊക്കെ തീർത്ഥങ്ങളായി മാറിയത്, ഭാരതത്തിന്റെ ഏതൊക്കെ ദേശങ്ങളിലൂടെയാണ് അത് ഒഴുകിയെത്തുന്നത്, ഇതെല്ലാം പറയുന്നു. അപ്പോൾ സനാതന ഭാരത ഭൂമിയുടെ മനോഹരമായ ഒരു ചിത്രം, ഭൂമിശാസ്ത്രം നമുക്ക് ഈ പുരാണങ്ങൾ പകർന്നു തരുന്നു. ചരിത്രാന്വേഷകരും ഈ ഭൂമിശാസ്ത്ര കൗതുകങ്ങളിൽ താല്പര്യമുള്ളവരുമായ ആളുകൾക്ക് ഈ പുരാതന ഭൂമികളെ കുറിച്ചുള്ളതായ പഠനങ്ങൾ നടത്താൻ ഈ തീർത്ഥമാഹാത്മ്യങ്ങൾ വളരെയധികം ഉപകരിക്കും. ഗയാതീർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം, ശ്രാദ്ധപിണ്ഡാദികൾക്ക് പ്രസിദ്ധമായിരിക്കുന്ന തീർത്ഥമാണ്. ഗയയിൽ പിണ്ഡാദിക്രിയകൾ ചെയ്തു കഴിഞ്ഞാൽ 27 തലമുറ മുന്നിലേക്കും 27 തലമുറ പിന്നിലേക്കുമുള്ള പിതൃക്കൾക്കൊക്കെ അതിൻ്റെ ആ പുണ്യം ലഭിക്കുകയും ആ പിതൃക്കളുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു എന്നാണ് സങ്കല്പം. ഈ ഗയാതീർത്ഥത്തിന്റെ കഥ ഗയൻ എന്ന പേരുള്ള ഒരു അസുരനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം വിഷ്ണുഭക്തനായിരുന്നു. കോലാഹലം എന്ന് പേരുള്ളതായ പർവ്വതത്തിൽ അദ്ദേഹം വളരെ കാലം ആഹാരമൊക്കെ ഉപേക്ഷിച്ച് തപസ്സനുഷ്ഠിച്ചു. ശ്വാസം പോലും ഉപേക്ഷിച്ചു. ആയിരക്കണക്കിന് വർഷങ്ങൾ ആ തപസ് നീണ്ടു നിന്നു എന്ന് കഥ പറഞ്ഞു തരുന്നു. ദേവന്മാരൊക്കെ പരിഭ്രാന്തരായി. ബ്രഹ്മാവിനെ ചെന്ന് കണ്ടു, ബ്രഹ്മാവ് ദേവന്മാരെയും കൂട്ടി വിഷ്ണുവിനെ ചെന്ന് കണ്ടു, മഹാവിഷ്ണു എല്ലാവരെയും കൂട്ടി കൈലാസത്തിലെത്തി. അപ്പൊ പറഞ്ഞു, ഇനിയിപ്പോ ഗയന്റെ തപസ് മുടക്കാൻ ആർക്കും സാധിക്കുകയില്ല. അദ്ദേഹം വിഷ്ണു ഭക്തനും കൂടിയാണ്. ഭക്തന്മാരെ അനുഗ്രഹിക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഗയന്റെ മുമ്പിൽ പോയി പ്രത്യക്ഷപ്പെടാം. കാരണം ഇത്രയും വ്രതശുദ്ധിയോടുകൂടി ഭക്തിഭാവനകളോടുകൂടി മറ്റാരും ഇതുവരെ തപസ് അനുഷ്ഠിച്ചിട്ടില്ല. ആ തപസ്സിന്റെ മാഹാത്മ്യം കൊണ്ട് ഗയന്റെ മുമ്പിൽ എല്ലാ ദേവന്മാരും പ്രത്യക്ഷപ്പെട്ടു.
എന്ത് വരമാണ് വേണ്ടത് എന്ന് ഗയനോട് ചോദിച്ചു. അപ്പോൾ ഗയൻ പറഞ്ഞു, ബ്രാഹ്മണർ, യജ്ഞങ്ങൾ, നദികൾ, പർവ്വതങ്ങൾ, ഋഷികൾ, മന്ത്രങ്ങൾ, വിശ്വേദേവകൾ, യോഗീശ്വരന്മാർ, സന്യാസികൾ, കർമ്മികൾ, ധർമ്മിഷ്ഠർ, ജ്ഞാനികൾ, ഇങ്ങനെ ലോകത്തിൽ എത്ര പുണ്യ സ്വരൂപികളുണ്ടോ അവരെക്കാളൊക്കെ പുണ്യം എനിക്ക് കിട്ടണം. ഇതാണ് ഗയൻ ചോദിച്ചത്. നിവൃത്തിയില്ല, ദേവന്മാരാ വരം കൊടുത്തു. അപ്പൊ എന്തുണ്ടായി? ലോകത്തിൽ ഈ പറഞ്ഞതായ സകല പുണ്യവാന്മാരെക്കാളും പുണ്യം ഗയനുണ്ട് എന്നുള്ളത് കൊണ്ട്, ഗയൻ ത്രിലോകങ്ങളെയും ഭരിക്കുന്ന ചക്രവർത്തിയാണ് എന്നുള്ളത് കൊണ്ട് ആരൊക്കെ ഗയനെ വന്ന് ദർശിക്കുന്നു അവർക്കൊക്കെ പുണ്യലോകം കിട്ടും. ഗയനെ ഒന്ന് കണ്ടാൽ മതി, അവർക്കൊക്കെ പുണ്യങ്ങൾ വർദ്ധിച്ച് പുണ്യലോകങ്ങളിലേക്ക് പോകാൻ സാധിച്ചു. അങ്ങനെ വന്നപ്പോൾ എന്തായി? ഭൂമിയിൽ ആരും ഇല്ലാണ്ടായി. എല്ലാവർക്കും പുണ്യം കിട്ടുകയാണ് ഗയനിലൂടെ. ഇങ്ങനെ വന്നപ്പോൾ ഇന്ദ്രാദികൾ പറഞ്ഞു, ഇത് ശരിയാക്കി വരം തിരിച്ചെടുക്കുക, എന്തെങ്കിലും വേണം. അപ്പൊ പറഞ്ഞു, എങ്ങനെയാ കൊടുത്ത വരം എങ്ങനെയാ തിരിച്ചെടുക്കാൻ പറ്റുക? നമുക്ക് വേറെ ഏതെങ്കിലും വഴിയിലൂടെ ഈ ഗയന്റെ ഈ പുണ്യം മാത്രം ലോകത്തിന് പകർന്നു കൊടുക്കുന്നത് കൊണ്ട് ലോകത്തിന് ഗുണമാണ് ഉണ്ടാവുന്നതെന്ന് പറയാൻ പറ്റില്ല എന്നർത്ഥം. ലോകം നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? എല്ലാം വേണം, നല്ലതും ചീത്തയും ഒക്കെ വേണം. അപ്പോഴല്ലേ ലോകമുള്ളൂ. ഇരുട്ടും വേണം, വെളിച്ചവും വേണം. അപ്പൊ ലോകം ശൂന്യമായി തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രളയം എന്നത് സംഭവിക്കുക എന്നാണ്. വേർതിരിവുകൾ ഇല്ലാതാവുക, എല്ലാം ഒന്നിലേക്ക് അരിഞ്ഞു ചേരുന്ന അവസ്ഥ. അപ്പൊ ദേവന്മാരൊക്കെ കൂടി ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്നപ്പോ ബ്രഹ്മാവ് പറഞ്ഞൊരു കാര്യം ചെയ്യാൻ, നമുക്ക് പുണ്യം ശരീരവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിലൂടെയാണ് ലഭിക്കുന്നത്. മനസ്സുകൊണ്ട് കുറെ എന്തെങ്കിലും ചെയ്താൽ പുണ്യമൊന്നും കിട്ടില്ല. പുണ്യം കിട്ടണമെങ്കിൽ എന്ത് വേണം? പഞ്ചഭൂതാത്മകമായ ശരീരങ്ങളിലൂടെ പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കണം, അപ്പോഴേ പുണ്യം കിട്ടും. ആ പുണ്യങ്ങളാകട്ടെ കൃച്ഛ്രം, ചാന്ദ്രായണം എന്നിങ്ങനെയുള്ള രീതികളാണ്. കാമ്യം, ഇപ്പൊ കൃച്ഛ്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കുളം കുഴിക്കുക, വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക, ക്ഷേത്രങ്ങൾ പുനരുദ്ധാരണം ചെയ്യുക, ആളുകൾക്ക് നടക്കാനുള്ള വഴികൾ നേരെയാക്കി കൊടുക്കുക, ദാഹിച്ചു വരുന്നവർക്ക് വെള്ളം കൊടുക്കാനുള്ള സംഭരണികൾ ഒരുക്കുക, സത്രശാലകൾ പണിയുക, ഭക്ഷണം കൊടുക്കുക, ഇതൊക്കെ കൃച്ഛ്രമാണ്. ചന്ദ്രായണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവതാ പൂജകളും പിതൃകർമ്മങ്ങളും ഒക്കെ ഉൾപ്പെടുന്നു. കാമ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും പ്രത്യേകമായിരിക്കുന്ന ഭാവനയോടുകൂടി ചെയ്യുന്ന വ്രതങ്ങൾ എന്നാണ് അർത്ഥം. ഏകാദശി വ്രതം, ദ്വാദശി വ്രതം മുതലായിരിക്കുന്ന വ്രതാനുഷ്ഠാനം. അപ്പോൾ ഈ ശരീരം ഒരു യജ്ഞത്തിന് വേണ്ടി നമുക്ക് ചോദിക്കാം ഗയനോട്. അങ്ങനെ ബ്രഹ്മാവ് ദേവതകളോടൊപ്പം ഗയന്റെ അരികിലെത്തി ഗയനോട് ഗയന്റെ പുണ്യ ശരീരം ഒരു യജ്ഞം ചെയ്യാനായിട്ട്, ലോക നന്മയ്ക്കായി ഒരു യജ്ഞം ചെയ്യാനായിട്ട് അങ്ങയുടെ പുണ്യ ശരീരം വേണം എന്ന് ബ്രഹ്മാവ് ചോദിച്ചു. ഗയന് സന്തോഷമേ. ഗയൻ വേഗം തന്റെ ശരീരം കൊടുക്കാൻ തയ്യാറായി. അങ്ങനെ ഗയൻ എന്ത് ചെയ്തു? ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം വടക്കോട്ട് കാലാക്കിക്കൊണ്ട് തെക്കോട്ട് തലയാക്കിക്കൊണ്ട് നീണ്ടു നിവർന്നു കിടന്നു. ആ ഗയന്റെ ശരീരത്തിലാണ്
ദേവന്മാര് യജ്ഞം നടത്തുന്നു. അപ്പൊ പുരാണം ഗയന്റെ ശരീരത്തിന്റെ വലുപ്പം പറയുന്നുണ്ട്. 125 യോജന പൊക്കം, 60 യോജന വണ്ണം. പുരാണ കഥകൾ ബിംബാത്മകമാണ്. അതിൽ അനവധി അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നു. നമ്മൾ കേൾക്കുന്നത് ഒരു തീർത്ഥമാഹാത്മ്യമാണ്. ഗയൻ ഇങ്ങനെ കിടന്നപ്പോൾ ഗയന്റെ വയറുഭാഗം വിരാജ പർവ്വതമായി, പൊക്കിൽ വിരജാദേവിയുടെ സാന്നിധ്യം കൊണ്ട് പവിത്രമായി, കാലുകൾ മഹേന്ദ്ര പർവ്വതമായി. ഇങ്ങനെയാണ് വർണ്ണിക്കുന്നത്. അപ്പൊ യജ്ഞം ചെയ്യാൻ വേണ്ടി കിടന്നതായ ആ ഗയൻ ഈ ദേവന്മാരെല്ലാവരും യജ്ഞത്തിന് വേണ്ടി വന്നപ്പോ ചോദിച്ചു, എന്റെ ഈ പുണ്യ ശരീരം സൂര്യചന്ദ്രാദികൾ നിലനിൽക്കുവോളം നിലനിൽക്കണം. ഇത് ഗയൻ ചോദിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, യജ്ഞാരംഭം ആ ആരംഭ സമയത്ത് ഗയന്റെ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാൻ തുടങ്ങി. ഈ ഇളകുമ്പോൾ ഈ യജ്ഞ സംഭാരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിത്തെറിച്ചു പോകും. അപ്പൊ ബ്രഹ്മാവ് എന്ത് ചെയ്തു? ഓരോ ദേവന്മാരും ഈ ഗയന്റെ ഓരോരോ ശരീരഭാഗത്ത് വന്നിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ബ്രഹ്മാവ് മധ്യത്തിൽ വന്നിരുന്നു. പിന്നെ വിഷ്ണു, ശിവൻ, വിശ്വദേവകൾ, അഗ്നി, വരുണൻ, വായു, സകല ദേവതകളും ഈ ഗയന്റെ ശരീരത്തിൽ സാന്നിധ്യം ചെയ്തു. അപ്പൊ ഗയന് മനസ്സിലായി, ഇത് എന്നെ വരുതിയിൽ നിർത്താൻ വേണ്ടി ദേവന്മാരൊക്കെ കൂടി ചെയ്ത ഒരു പണിയാണ്. അപ്പൊ ഗയൻ പറഞ്ഞു, എന്തായാലും ഞാനൊരു യജ്ഞഭൂമിയായല്ലോ, ഈ ദേവന്മാരൊക്കെ എൻ്റെ മേത്ത് വന്ന് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി എനിക്കൊരു അപേക്ഷയുള്ളൂ, എൻ്റെ മേത്ത് വന്നിരുന്നവർ ഇനി ഇവിടെ പോരും. ആചന്ദ്രതാരം എനിക്ക് ഈ പുണ്യ ഭൂമിയായി തന്നെ നിലനിൽക്കണം എന്ന് ഗയൻ പറഞ്ഞപ്പോൾ ദേവന്മാരെല്ലാവരും സന്തോഷത്തോടു കൂടി അനുഗ്രഹം കൊടുത്തു. പക്ഷെ എന്നിട്ടും ഗയന്റെ ശരീരത്തിലെ ചില ഭാഗങ്ങളൊക്കെ അനങ്ങാൻ തുടങ്ങിയപ്പോൾ ഈ അനക്കം പൂർണ്ണമായിട്ടും നിർത്തുന്നതിന് വേണ്ടി ഈ വിഷ്ണു ബ്രഹ്മാദികളൊക്കെ ശിലകളായിട്ടാണ് അവിടെ വർത്തിച്ചത്. ഒപ്പം ശിരോഭാഗത്ത് ഒരു ശില കൂടി കൊണ്ടുവന്നു വെച്ചു. ആ ശില വെച്ചതോടുകൂടി ഗയന്റെ ശരീരം നിശ്ചലമായി. യജ്ഞമൊക്കെ കഴിഞ്ഞ ദേവതകൾ അവിടെ തന്നെ അധിവസിച്ചു. ആ പുണ്യതമായിരിക്കുന്ന യജ്ഞഭൂമി, ദേവതകൾ ചെയ്ത ആ യജ്ഞഭൂമി, ഗയന്റെ യജ്ഞ ശരീരം, അത് പുണ്യതീർത്ഥമായി പരിണമിച്ചു. അവിടെ വരുന്നവർക്കൊക്കെ പുണ്യമാണ്. ആ സ്ഥലത്ത് എത്തുന്നവർക്ക് വരെ പുണ്യം കിട്ടും. അതാണ് ഗയയുടെ മാഹാത്മ്യമായി പറഞ്ഞത്. അപ്പൊ ചോദിക്കുകയാണ്, ഗയാതീർത്ഥത്തിൽ അനവധി ശിലകളുണ്ട്. ആ ശിലകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ശിലയാണ് ഈ ഗയന്റെ ശരീരം അനങ്ങാതിരിക്കാൻ അവസാനം കൊണ്ടുവന്നു വെച്ച ശില. അത് ദേവീസ്വരൂപമാണ്. അപ്പൊ ചോദിച്ചു, ഈ ശിലയാകട്ടെ യമദേവന്റെ ഗൃഹത്തിൽ നിന്നാണ് കൊണ്ടുവന്ന് ഗയശരീരത്തിൽ വെക്കുന്നത്. അപ്പൊ ഈ ഗയാമാഹാത്മ്യം പറയുന്നത് സനത്കുമാരാദികളാണ്. ചോദ്യം ചോദിക്കുന്നത് നാരദ മഹർഷിയാണ്. നാരദ മഹർഷി ചോദിച്ചു, ഈ ശില യമഗൃഹത്തിൽ എങ്ങനെ എത്തി? എന്താണ് ഈ ശിലയുടെ പ്രത്യേകത? അപ്പൊ പറഞ്ഞു, പണ്ട് ധർമ്മൻ എന്ന് പേരുള്ളതായ ഒരു ബ്രാഹ്മണന് വിശ്വരൂപ എന്ന് പേരുള്ള ധർമ്മപത്നി. ഈ വിശ്വരൂപ പാതിവൃത്യ മഹിമ കൊണ്ട് തൻ്റെ ഭർത്താവിനെ, ധർമ്മൻ എന്ന ഭർത്താവിനെ പ്രസാദിപ്പിച്ച് ധർമ്മവ്രത എന്ന് പേരുള്ള ഒരു പുത്രി അവർക്ക് ജനിച്ചു. ഈ ധർമ്മവ്രതയാകട്ടെ ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ പറഞ്ഞു, തപസ്സുകൊണ്ട് നീ ലോകോപകാരപ്രദമായ ജീവിതം നയിക്കുക, ലോകത്തിന്
ഉപകാരപ്രദമായി തീരണം നമ്മുടെ ജന്മം. ധർമ്മവ്രത തപസ്സിന് പോയി. ഈ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ബ്രഹ്മാവിന്റെ പുത്രനായിരിക്കുന്ന മരീചി വന്നു ചേർന്നു. മരീചി ധർമ്മവ്രതയെ കണ്ടപ്പോൾ ചോദിച്ചു, അവരുടെ സിദ്ധി ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ആരാ നീ? അപ്പൊ ധർമ്മവ്രത പറഞ്ഞു, ഞാനിങ്ങനെ ധർമ്മന്റെയും വിശ്വരൂപയുടെയും പത്നിയാണ്, പുത്രിയാണ്. ലോകോപകാരാർത്ഥമായി പുണ്യങ്ങൾ ചെയ്യാൻ അതിന് തക്കതായ മാർഗം അന്വേഷിച്ച് ഞാൻ തപസ് ചെയ്യുകയാണ് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മരീചി ധർമ്മവ്രതയെ പത്നിയാക്കാൻ ആഗ്രഹിച്ചു. അപ്പൊ ധർമ്മവ്രത പറഞ്ഞു, എൻ്റെ അച്ഛനമ്മമാരോട് വിധിപ്രകാരം അങ്ങ് ചോദിക്കൂ, യാചിക്കൂ. അങ്ങനെ മരീചി ഈ ധർമ്മവ്രതയുടെ അച്ഛനമ്മമാരോട് കന്യാദാനമായി അവളെ സ്വീകരിച്ചു. മരീചിയുടെ ആശ്രമത്തിൽ ധർമ്മവ്രത തന്റെ ഭർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. ഒരു ദിവസം മരീചി ധർമ്മവ്രതയുടെ മടി തല ചായച്ച് കിടക്കുകയായിരുന്നു. ഈ സമയത്ത് അവിടേക്ക് ബ്രഹ്മാവ് കടന്നു. വളരെ വിശിഷ്ടനായിരിക്കുന്ന ഒരു അതിഥിയാണ് വന്നിരിക്കുന്നത്. തന്റെ ഭർത്താവിന്റെ അച്ഛനാണ്. പക്ഷെ തന്റെ മടിയിൽ കിടന്ന് ഉറങ്ങുന്നതായ ഭർത്താവിനെ ഇപ്പൊ ഉണർത്തിക്കഴിഞ്ഞാൽ അത് പാതിവൃത്യത്തിന് ഭംഗം വരുത്തുന്നൊരു ക്രിയയാണ്. ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ ഉണർത്തരുത്. അവരുറങ്ങട്ടെ, തന്നെത്താൻ ഉറക്കം മതിയായി ഉണരണം. അപ്പൊ എന്ത് ചെയ്യണം? ബ്രഹ്മാവിനെ പൂജിക്കണോ ഭർത്താവിനെ ഉണർത്തണോ എന്ന സംശയത്തോടുകൂടി ഇരിക്കുന്ന സമയത്ത് രണ്ടും കൽപ്പിച്ച് ഈ ധർമ്മവ്രത എഴുന്നേറ്റ് പോയി ഭർത്താവിനെ ഉണർത്താതെ എഴുന്നേറ്റ് പോയി ബ്രഹ്മാവിനെ ശുശ്രൂഷിച്ചു. മരീചി ഉണർന്നു കഴിഞ്ഞപ്പോൾ തന്റെ ധർമ്മപത്നിയെ കാണാതെ അന്വേഷിച്ചു. അപ്പോഴാണ് വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത്. മരീചിക്ക് ദേഷ്യം വന്നു, ഈ ഒരു ശിലയായി തീരട്ടെ എന്ന് ശ്രമിച്ചു. അങ്ങനെ ധർമ്മവ്രത ഒരു ശിലയായി. അപ്പൊ മരീചിയോട് ചോദിച്ചു, ഇത് എന്ത് ന്യായമാണ്? അപ്പൊ മരീചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്തിനാണോ തപസ് ചെയ്തത്, ആ തപസ്സിന്റെ സാഫല്യം ഇങ്ങനെയൊരു ശിലയായി തീരലാണ്. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ധർമ്മവ്രതയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അനുഗ്രഹിച്ചു, നീ ശിലയായി തന്നെ ലോകത്തിൽ നിലനിൽക്കും. അചേതനമാണെങ്കിലും ആ ശിലാരൂപത്താൽ ഈ ലോകത്തെ മുഴുവൻ പവിത്രീകരിക്കും. പുണ്യതമായിരിക്കുന്നതായ ശിലാരൂപമായി നീ പരിണമിക്കും എന്നാണ് അനുഗ്രഹം കൊടുക്കുന്നത്. ആ ശില യമധർമ്മന്റെ ഗൃഹത്തിലാണ് സംരക്ഷിച്ചിരുന്നത്. ഗയൻ കിടന്നപ്പോൾ ആ ഗയന്റെ ശരീരത്തിൽ ഈ ദേവതകളൊക്കെ വന്നിരുന്നിട്ടും ആ ശരീരം പിന്നെയും അനങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഈ ശില കൊണ്ടുവന്ന് വെച്ചതോടെ അത് യജ്ഞഭൂമിയായി പരിണമിച്ചു എന്നാണ് ഗയാ തീർത്ഥ മഹാത്മ്യത്തിലെ കഥ. ഈ കഥ കേൾക്കുമ്പോൾ നമുക്ക് മറ്റെന്തെങ്കിലും കഥകളായോ വേറെ ഏതെങ്കിലും സങ്കല്പങ്ങളായോ ചിലപ്പോൾ ബന്ധം തോന്നും. അത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു ശാസ്ത്രത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നതാണ്. നമ്മളൊക്കെ സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു സ്ഥലം വാങ്ങി ആ സ്ഥലത്ത് നമ്മളൊരു വീട് വെക്കാൻ തീരുമാനിച്ചാൽ ഭൂമി പൂജ നടത്തും, അല്ലേ? എന്നിട്ട് കല്ലൊക്കെ ഇട്ട് വീടൊക്കെ പണിത് കഴിഞ്ഞു കഴിഞ്ഞാൽ വിധിപ്രകാരം പല രീതിയിലാണ് വീട് പാർക്കൽ ചടങ്ങുകൾ നടക്കുക. സാധാരണ ഹിന്ദു ഗൃഹങ്ങളിലൊക്കെ പുതിയ വീടായി കഴിഞ്ഞാൽ കാലത്ത് തന്നെ ഗണപതി ഹോമം നടത്തും, എന്നിട്ട് പാല് കാച്ചും. അങ്ങനെയാണ് ഗൃഹപ്രവേശം എന്ന ചടങ്ങ്. ഇനി കുറച്ചുകൂടി ഉണ്ടെങ്കിൽ ആ ഭൂമി ദോഷങ്ങളൊക്കെ തീരാൻ ഒരു പൂജയുണ്ട്. ഇത് തലേ ദിവസം രാത്രിയാണ് ചെയ്യുക. അതാണ് വാസ്തുപൂജ. അപ്പൊ ഈ വാസ്തുപൂജയിലും നമ്മൾ ഇത്തരത്തിലുള്ളതായ ഒരു സങ്കല്പം തന്നെയാണ് കാണുന്നത്. വാസ്തുപുരുഷൻ
ഈശാന കോണിലേക്ക് തലയാക്കിക്കൊണ്ടാണ് കിടക്കുന്നത്, വികൃതി കോണിലേക്ക് കാല് വെച്ചു. അങ്ങനെയുള്ളതായ ആ വാസ്തു പുരുഷൻ കൈകൾ രണ്ടും മാറത്ത് വെച്ച് കാല് രണ്ടും ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ടാണ് കിടക്കുന്നത്, മലർന്ന് കിടക്കുക. അപ്പൊ നമ്മൾ വാങ്ങിയ ഭൂമി അതിർത്തി തിരിച്ച് നമ്മൾ താമസിക്കാനായി വാങ്ങിയ ഭൂമി, ആ ഭൂമിയെ ഒരു അസുരനായിട്ടാണ് കാണുന്നത്. ആ അസുരനാണ് വാസ്തുപുരുഷൻ. കണ്ടിട്ടുണ്ടോ? വാസ്തുപൂജ കണ്ടിട്ടുണ്ടോ? ഉള്ളവരൊന്നും കഴിയുന്നു. അതിലിങ്ങനെ കള്ളികൾ കാണാം അല്ലേ? ഈ പറയുന്നതായ വാസ്തുപൂജയുടെ പത്മം, ആ പത്മത്തിലെ ഓരോ കള്ളികളും യഥാർത്ഥത്തിൽ ഓരോ ദേവതകൾക്കുള്ള ഇരിപ്പിടങ്ങളും. ഈ കള്ളികൾ വരച്ചിരിക്കുന്ന യഥാർത്ഥത്തിൽ ഈ വാസ്തുപുരുഷന്റെ ശരീരത്തിലെ ഓരോ അംഗങ്ങളിൽ ഈ ദേവതകളെ ഇരിക്കാനുള്ള ഇരിപ്പിടമായിട്ടാണ്. എന്നിട്ട് അതിൽ അക്ഷതം, പുല്ല് ഒക്കെ വെച്ച് ആവാഹിച്ച് ഓരോ ദേവതകളെയും ആവാഹിച്ച് ഈ വാസ്തുപുരുഷന്റെ ശരീരത്തിൽ ഇരുത്തും. സാധാരണ പൂജ കഴിഞ്ഞാൽ ദേവതയെ ആവാഹിച്ച് വിളിച്ചു വരുത്തി നമ്മൾ കാലി കഴിപ്പിച്ച് ഒരു അതിഥിയെ എങ്ങനെയാണ് പൂജിക്കുന്നത് അതുപോലെ തന്നെയാണ് ഒരു ക്ഷേത്രത്തിലെ പൂജയും. ആ ദേവതയുടെ അവിടുത്തെ ഏത് ഭാവത്തിലാണോ പൂജ കഴിക്കുന്നത് ആ ഭാവത്തിൽ തന്നെ ആ ദേവതയ്ക്കുള്ള ആയുധന്യാസാദികളൊക്കെ ചെയ്ത് പാദ്യാത്യാദികളൊക്കെ ചെയ്ത് ആ ദേവതയ്ക്ക് ഏറ്റവും വിശേഷപ്പെട്ട പ്രതിഷ്ഠ ചെയ്യുന്ന സമയത്ത് തന്നെ മനസ്സുകൊണ്ട് സങ്കല്പിച്ചിട്ടുണ്ട് ഏതൊക്കെ വിധാനത്തിൽ ഇവിടെ അല്ലയോ ഭഗവാനെ അവിടുത്തെ കുടിയിരുത്താം എന്നുള്ളതായ ഒരു വാഗ്ദത്തത്തിന്റെ ഫലമായിട്ടാണ് ക്ഷേത്ര ആചാര മര്യാദകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഇന്ന നിവേദ്യാദികളൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞ് പൂജ അവസാനിക്കുമ്പോൾ ഇനി ഇതുപോലെ വിളിച്ചാൽ വീണ്ടും വരണം എന്ന പ്രാർത്ഥനയോടുകൂടി ആ പൂജ പൂർണ്ണമാക്കുക. അപ്പൊ ഉദ്വസിക്കും, ദേവന്മാരെ ഉദ്വസിക്കും. ക്ഷേത്രത്തിലാണെങ്കിൽ ആ ശിലയിൽ തന്നെയാണ് ഈശ്വരന്റെ ചെയ്യുന്നത്. പക്ഷെ വാസ്തുപൂജയിൽ ഈ ആവാഹിച്ചിരുത്തിയ ബ്രഹ്മാവ് തൊട്ടുള്ള സകല ദേവതകളെയും അവിടെ തന്നെ ഇരുത്തി പൂജ അവസാനിപ്പിക്കുക. അതോടുകൂടി ആ ഗൃഹം നിൽക്കുന്നതായ ഭൂമിയിലെ ദോഷങ്ങളെല്ലാം അകന്നു എന്നാണ് സങ്കല്പം. ഇനി ആ വീടിന്റെ കണക്കിന്റെ വല്ല ദോഷങ്ങളുണ്ടെങ്കിൽ അത് തീരാൻ വേണ്ടി പഞ്ചശിരസ് എന്ന് പറയുന്നതായ ഒരു യന്ത്രം സ്ഥാപിക്കും. അത് ചിലപ്പോൾ വീടിന്റെ നടുത്തളത്തിലാവും. ഇപ്പോൾ ടൈലൊക്കെ ഇട്ട് എല്ലാം നേരെയാക്കിയതിന് ശേഷമാണ് ഗണപതിയോമം എന്നുള്ള കാരണം കടക്കുന്ന വാതിലിന്റെ കട്ടളയുടെ ഒരു വശത്ത് ഒരു ചെറിയ ദ്വാരം ഉണ്ടാക്കി അതിന് പഞ്ചശിരസ് സ്ഥാപിക്കും. ആളുകൾ അതിലെയും ഇതിലെയും അതിനെ മറികടന്ന് പ്രവേശിച്ചു പോകണം എന്നാണ് സങ്കല്പം. അപ്പോൾ ഈ വാസ്തുപുരുഷന്റെ പൂജാവിധാനവുമായി ഈ ഗയാ തീർത്ഥത്തിന്റെ ഈ മാഹാത്മ്യ കഥയ്ക്ക് ഒരു ബന്ധമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു മഹാതീർത്ഥം രൂപപ്പെട്ട് വന്ന ചരിത്രം പറയുമ്പോൾ ആ മഹാതീർത്ഥം രൂപപ്പെട്ട് വന്ന ആ മാഹാത്മ്യ കഥയിലെ സങ്കല്പം പോലെ തന്നെയാണ് നമ്മൾ ഓരോ ഗൃഹങ്ങളിലും ഇതുപോലെ വാസ്തുപൂജ ചെയ്ത് ആ ഗ്രഹദോഷങ്ങളെ നമ്മൾ അധിവസിക്കുന്ന ഭൂമിയുടെ ദോഷങ്ങളെ ഇല്ലാതാക്കുന്നതെങ്കിൽ ഗയാതീർത്ഥം എന്ന് പറയുന്നത് ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപങ്ങളെ മുഴുവൻ ഇല്ലാതാക്കി അവർക്ക് പുണ്യലോകങ്ങൾ പ്രദാനം ചെയ്യുന്ന തീർത്ഥങ്ങളാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഗൃഹങ്ങൾ ഗൃഹസ്ഥധർമാനുഷ്ഠാനങ്ങൾ ചെയ്ത് പുണ്യം നേടുവാനുള്ള തീർത്ഥങ്ങളാണ് എന്ന സങ്കല്പം ഈ കഥയുടെ സാമ്യത കൊണ്ടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ എല്ലാ ദേവതകളുടെയും ആവാസസ്ഥാനമാണ് ഗയാതീർത്ഥം എന്ന് പറയുന്നത് പോലെ നമ്മുടെയൊക്കെ ഗൃഹങ്ങളും എന്താണ്? എല്ലാ ദേവതകളുടെയും ആവാസസ്ഥാനം. ഇത്തരത്തിൽ മാർക്കണ്ഡേയ പുരാണത്തിൽ ഗയാതീർത്ഥത്തെ കുറിച്ച് പറഞ്ഞ് അതിവിശേഷമായിരിക്കുന്ന തീർത്ഥമാഹാത്മ്യത്തിലെ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ ഈ ഗയാതീർത്ഥത്തിൽ വരുന്നവരായിരിക്കുന്ന ആളുകൾക്ക്
ശിലാരൂപത്തിൽ ദർശനം കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തീർത്ഥമാഹാത്മ്യം അവസാനിപ്പിക്കുന്നത്. അപ്പൊ തീർത്ഥങ്ങളെല്ലാം മോക്ഷസാധകങ്ങളാണ്. മോക്ഷത്തെ തരാൻ കഴിയുന്ന പുണ്യസ്ഥാനങ്ങളെയാണ് തീർത്ഥം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ളതായ തീർത്ഥമാഹാത്മ്യത്തിൽ ഗൗതമീ തീർത്ഥത്തിന്റെ മാഹാത്മ്യം നമ്മൾ ഗണപതി ഖണ്ഡം പറഞ്ഞു കഴിഞ്ഞപ്പോൾ വേണ്ടതുപോലെ കേട്ടു. നമ്മളിവിടെ അഗ്നിപുരാണം, ലിംഗപുരാണം, അതുപോലെ ബ്രഹ്മപുരാണം, ബ്രഹ്മാണ്ഡ പുരാണം ഇവയൊക്കെ പറഞ്ഞ് ബ്രഹ്മവൈവർത്ത പുരാണം പറഞ്ഞപ്പോഴാണ് ഗൗതമി തീർത്ഥത്തിന്റെ മാഹാത്മ്യം കേട്ടത്. ഈ ഗൗതമി തീർത്ഥം ഉണ്ടാകാൻ കാരണമായത് ഗൗതമ മഹർഷിയുടെ ആശ്രമവുമായി ബന്ധപ്പെട്ടൊരു കഥ പറഞ്ഞു. ശിവനും പാർവതിയും തമ്മിലുള്ളതായ ആ ഗംഗയെ ചൊല്ലിയുള്ള ഒരു കലഹം തീർക്കുന്നതിന് വേണ്ടി ഗണപതി ആശ്രമത്തിലെത്തി പാർവതിയുടെ തോഴിയായിരിക്കുന്ന ജയയെ പ്രേരിപ്പിച്ചൊരു പശുവാക്കി ഗൗതമന്റെ ആ യജ്ഞശാലയിലേക്ക് കൊണ്ടുവന്നു. ഗൗതമൻ ആ പശുവിന് പുല്ല് കൊടുത്ത സമയത്ത് പെട്ടെന്ന് പശു വീണ് നിശ്ചലയായി. എത്ര തട്ടി വിളിച്ചിട്ട് പശു എഴുന്നേൽക്കാതായപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഗൗതമനെ പഠിച്ചു. ഗൗതമന് സങ്കടമായി. താൻ കാരണം ഒരു ജീവിക്ക് പ്രാണനാശം സംഭവിച്ചുവല്ലോ എന്ന സങ്കടത്തോടുകൂടി ഭഗവാനെ പ്രാർത്ഥിച്ചപ്പോൾ ഗംഗയെ ആവാഹിച്ച് ആ തീർത്ഥത്തെ തളിച്ചാൽ ഈ പാപം തീരുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഗൗതമൻ ഗംഗയെ ആവാഹിച്ച് കമണ്ഡലിൽ കൊണ്ടുവന്ന് ഈ പശുവിനെ തളിച്ചപ്പോൾ പശു എഴുന്നേറ്റ് പോവുകയും പാപങ്ങൾ നീങ്ങി. അങ്ങനെയുള്ളതായ ആ ഗംഗ ഗൗതമാശ്രമത്തിൽ സ്ഥിരം വസിച്ചു. അതാണ് ഗൗതമീ തീർത്ഥമായി മാറിയത് എന്ന് കഥ. അപ്പൊ യഥാർത്ഥത്തിൽ ഭാരതഭൂമിയിലെ എല്ലാ തീർത്ഥങ്ങളിലേക്കും ഒഴുകിയെത്തിയ പാപനാശിനിയായ ഗംഗയുടെ മഹാത്മ്യം തന്നെയാണ് തീർത്ഥമാഹാത്മ്യങ്ങളായി എല്ലാറ്റിലും പറഞ്ഞത്. ഈ ഗൗതമി തീർത്ഥത്തിന്റെ മാഹാത്മ്യം വരാഹപുരാണത്തിലും വർണ്ണിക്കുന്നുണ്ട്. 10,000-ഓളം ശ്ലോകങ്ങളുള്ള ഒരു പുരാണമാണ് വരാഹപുരാണം. നമ്മൾ വരാഹം എന്ന് കേൾക്കുമ്പോഴേക്കും വരാഹാവതാര കഥയാണ് ഈ പുരാണത്തിലെ ഇതിവൃത്തം എന്ന് ധരിക്കണം. വരാഹമൂർത്തി ഭൂമിദേവിക്ക് പറഞ്ഞു കൊടുത്ത വളരെ വിശേഷപ്പെട്ടതായ ധർമാനുഷ്ഠാനങ്ങളെ കുറിച്ചുള്ള സംവാദങ്ങളാണ് വരാഹപുരാണമായി പരിണമിച്ചിട്ടുള്ളത്. വരാഹപുരാണത്തെ വിശേഷിപ്പിക്കുന്നത് സംസാര മോക്ഷകമായിരിക്കുന്നത് ശാസ്ത്രമാണ് വരാഹം എന്നത്. അതിലാകെ സർഗം വിസർഗം എന്നതായ ലക്ഷണത്തോടുകൂടിയ സൃഷ്ടി വിവരണം, സൃഷ്ടിയുടെ വിസ്താരം, ഇത് രണ്ടും പറയുമ്പോൾ നമ്മൾ ഇതുവരെ പുരാണങ്ങളിൽ കേട്ടതായ ബ്രഹ്മാവ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന സമയത്ത് പ്രജാപതികൾ ഉണ്ടാവുന്നതും ദക്ഷ പ്രജാപതിയുടെ വംശം, കർദമ പ്രജാപതിയുടെ വംശം, സ്വയംഭൂമനുവിന്റെ വംശം, ഇങ്ങനെ ഈ പ്രപഞ്ച സൃഷ്ടി വിസ്താരത്തെ പറഞ്ഞ് പിന്നീട് മന്വന്തരം, വംശാനുചരിതം, ഈശാനുചരിതം. അപ്പോഴാണ് സൂര്യചന്ദ്ര രാജാക്കന്മാരുടെ കഥ, കൃഷ്ണന്റെ കഥ, രാമന്റെ കഥ, പരശുരാമന്റെ കഥ, ബലരാമചരിതം ഇതൊക്കെ പറഞ്ഞു പോകുന്നു. പിന്നെ ഈ സപ്തർഷി വംശചരിത്രങ്ങൾ പറയുമ്പോഴാണ് പൗലസ്ത്യന്റെ കഥ പറയുമ്പോൾ രാവണാദികളുടെ കഥ അവിടെ വരും. അതുകൂടാതെ കശ്യപന്റെ ധർമ്മപത്നിമാരുടെ വംശപരമ്പര പറയുമ്പോൾ ദിതി, അതിഥി എന്നിവരുടെ വംശപരമ്പര പറയുമ്പോൾ ഹിരണ്യാക്ഷന്റെ കഥ, ഹിരണ്യവിഷ്ണുവിന്റെ കഥ, അപ്പൊ നരസിംഹാവതാരം, വരാഹാവതാരം, ഈ കഥകളൊക്കെ വരുന്നത് അങ്ങനെയാണ്. പക്ഷെ വരാഹാവതാരത്തിൽ പ്രധാനമായും ആചാരങ്ങൾക്കാണ് വൈശിഷ്ട്യം കൽപ്പിച്ചിരിക്കുന്നത്. ആരാണ് ആചാര്യൻ എന്ന് ചോദിക്കുമ്പോൾ ആചിനോതി അർത്ഥ, അർത്ഥങ്ങളെ കണ്ടെടുത്ത് പറഞ്ഞു കൊടുക്കുന്നവൻ ആചാര്യൻ. അപ്പോൾ വൈദികമായിരിക്കുന്നതായ ശാസ്ത്രങ്ങളിലെ ശരിയായ അർത്ഥങ്ങളെ പറഞ്ഞു കൊടുക്കുന്നവൻ ആചാര്യൻ. ആചാരങ്ങളെ വേണ്ടതുപോലെ പകർന്നു കൊടുക്കുന്നവൻ ആചാര്യൻ. ആചാരമില്ലാതെ അപ്പോൾ ഓരോ സംസ്കൃതിയിലുമുള്ള പ്രത്യേകമായ ആചാരങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്നവൻ എന്നർത്ഥമുണ്ട്. ആചിനോതി ബുദ്ധി, സൂര്യൻ
ഉദിക്കുന്ന സമയത്ത് താമര വിടരുന്നത് പോലെ ശിഷ്യന്മാരുടെ ബുദ്ധിയെ ഉണർത്തുന്നവൻ ആചാര്യൻ എന്നുകൂടി അർത്ഥം പറയും. അപ്പോൾ വരാഹപുരാണം യഥാർത്ഥത്തിൽ ഈ ആചാര പദ്ധതികളെ വേണ്ടതുപോലെ ലോകത്തിന് പകർന്നു കൊടുക്കുകയാണ്. അത് ഭൂമിയും വരാഹവും തമ്മിലുള്ളതായ ഒരു സംവാദം പറഞ്ഞ് പിന്നീട് വിഷ്ണുഭക്തന്മാരുടെ മഹിമ, സനത്കുമാരന്മാരും ഭൂമിയും തമ്മിലുള്ള സംവാദമായിട്ടാണ് അത് വിശദീകൃതമാകുന്നത്. അതിനുശേഷം മനു, ആപസ്തംഭൻ മുതലായവര് ഓരോ മന്വന്തരത്തിലും ലോകത്തോട് പറഞ്ഞതായ ധർമ്മങ്ങൾ, അതിൽ ഈ മന്വന്തരത്തിലെ ധർമ്മങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ധർമാനുഷ്ഠാനങ്ങളെ കൊണ്ട് പുണ്യലോകങ്ങൾ നേടിയവരുടെ ചരിത്രങ്ങളൊക്കെ പറയുന്നു. പിന്നീട് ശിവമാഹാത്മ്യം വർണ്ണിച്ചുകൊണ്ടാണ് വരാഹപുരാണം അവസാനിക്കുന്നത്. അപ്പൊ 10,000 ശ്ലോകങ്ങളിലൂടെ വിസ്തൃതമായിരിക്കുന്ന രാജാക്കന്മാരുടെ കഥകളൊന്നും ഈ വരാഹപുരാണം പറയുന്നില്ല. പകരം ഈ പറഞ്ഞതായ ആചാരങ്ങളുടെ മഹത്വത്തെ വ്യക്തമാക്കുകയാണ്. അപ്പൊ ക്രിയായോഗത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പുരാണമാണ്. സർഗം പറയുന്ന സമയത്ത് ബ്രഹ്മാവ് സൃഷ്ടി ആരംഭിച്ചപ്പോൾ ആദ്യം അഗ്നിതത്വമാണ് പ്രപഞ്ചത്തിന്റെ രൂപഭാവനകൾക്ക് കാരണമായത്. അതുകൊണ്ട് ഓരോ തിഥികളെയും ഓരോ ദേവന്മാർക്ക് പ്രാധാന്യത്തോടുകൂടി ബ്രഹ്മാവ് കൽപ്പിച്ചു കൊടുക്കുന്ന കഥ പറയുന്നു. ആദ്യത്തെ തിഥി അഗ്നിക്കുള്ളതാണ്. നമ്മൾ തിഥി എന്ന് പറയുമല്ലോ, പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ഠി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, വാവ്. അപ്പൊ പ്രഥമ തിഥി, പ്രതിപദം എന്നാണ് പ്രഥമയ്ക്ക് മറ്റൊരു തിഥി. അത് അഗ്നിയുടെ തിഥിയാണ്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കണം നമ്മൾ എല്ലാ മാസവും 1-ാം തീയതി ഹോമത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. രണ്ടാമത്തെ തിഥി, ദ്വിതീയ തിഥി, അത് സൂര്യപുത്രന്മാരായി കുതിരയുടെ രൂപത്തിൽ തപസ് ചെയ്ത സംജ്ഞാദേവിയിൽ അശ്വിനി ദേവകൾ ജനിച്ച ദിവസമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ദ്വിതീയ തിഥി അശ്വിനി ദേവകൾക്കുള്ളതാണ്. സാക്ഷാത് ദക്ഷപുത്രിയായി ഭഗവതി തന്നെ അവതരിച്ചു തൃതീയ തിഥി. അതുകൊണ്ട് തൃതീയ ഗൗരിക്ക് വളരെ വിശേഷപ്പെട്ട ദിവസമായി. ചതുർത്ഥി തിഥി അത് ഗണപതിക്കുള്ളതാണ്. പാർവതിപുത്രനായി സാക്ഷാത് ഗണനായകൻ അവതരിച്ചതും ആ ഗണനായകനെ പ്രഥമ പൂജാർഹനായി ബ്രഹ്മാവ് നിശ്ചയിച്ച് ദേവന്മാരെ കൊണ്ട് പൂജ ചെയ്യിപ്പിച്ചതും ചതുർത്ഥി തിഥിയിലാണ്. അതുകൊണ്ട് എല്ലാ ചതുർത്ഥിയും ഗണനായകന് പ്രധാനം തന്നെയാണ്. നമ്മളിവിടെ വിനായക ചതുർത്ഥി എന്ന് പറഞ്ഞ വർഷത്തിൽ ഒരിക്കൽ ആഘോഷമായി ചെയ്യുന്നു. അതുകൂടാതെ മാസത്തിൽ വരുന്ന എല്ലാ ചതുർത്ഥിയും, അത് കൃഷ്ണപക്ഷത്തിലെ ചതുർത്ഥിക്കും അതുപോലെ ശുക്ലപക്ഷത്തിലെ ചതുർത്ഥിക്കും ഒരുപോലെ പ്രാധാന്യമുണ്ട്. ചതുർത്ഥി വിനായകന് പ്രാധാന്യമുള്ള ദിവസമാണ്. പഞ്ചമി തിഥി സർപ്പങ്ങളുടേതാണ്. സർപ്പപൂജയ്ക്കും സർപ്പാരാധനകൾക്കും വളരെ വിശേഷമാണ് പഞ്ചമി. അവിടെ ശ്രീവിദ്യോപാസകർ പഞ്ചമി തിഥി മനസാദേവിയെയാണ് ഉപാസിക്കുക. മനസാദേവിയുടെ കഥ നമ്മൾ പറഞ്ഞതാണ്. ധന്വന്തരി മൂർത്തിയും മനസാദേവിയും തമ്മിലുള്ളതായ യുദ്ധത്തിന്റെ കഥയൊക്കെ നമ്മൾ പറഞ്ഞു. ഷഷ്ഠി തിഥി നമുക്ക് എല്ലാവർക്കും അറിയാം, സാക്ഷാത് കാർത്തികേയന്റെ തിഥിയാണ്. സുബ്രഹ്മണ്യനെ ആരാധിക്കുന്ന തിഥിയാണ്. പക്ഷെ അവിടെ ശ്രീവിദ്യോപാസകർ സുബ്രഹ്മണ്യനെ ആരാധിക്കുന്നത് ഷഷ്ഠി ദേവിയുടെ മടിയിലിരിക്കുന്ന ഭാവത്തിലാണ് സുബ്രഹ്മണ്യനെ ആരാധിക്കുക. അപ്പോൾ സന്താനങ്ങൾക്ക് എന്തെങ്കിലും ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ദുരിതങ്ങളൊക്കെ തീരാൻ ഷഷ്ഠി ദേവിയെ പ്രാർത്ഥിക്കണം എന്ന് പറയും. പ്രകൃതിയുടെ 6ാമത്തെ അംശത്തിൽ അവതരിച്ച ദേവി എന്ന അർത്ഥത്തിലാണ് ഷഷ്ഠി ദേവിയെ സ്തുതിക്കുന്നത്. സ്കന്ദമാത എന്ന് ഷഷ്ഠി ദേവിക്ക് മറ്റൊരു പേര്. ഷാൺമുഖന്മാർ സുബ്രഹ്മണ്യനെയാണ് ഷഷ്ഠി തിഥി വളരെ പ്രാധാന്യത്തോടുകൂടി ഉപാസിക്കുന്നത്.
ഇതൊക്കെ ബ്രഹ്മാവ് കൽപ്പിച്ചു കൊടുത്തതാണ്. സപ്തമി സൂര്യദേവന്റെ തിഥിയെയാണ്. സൂര്യദേവനെ ആരാധിക്കാനുള്ളതായി ഏറ്റവും വിശേഷപ്പെട്ട തിഥിയായിട്ടാണ് സപ്തമി ബ്രഹ്മാവ് കൽപ്പിച്ചിരിക്കുന്നത്. അഷ്ടമി തിഥി അന്ധകാസുരനെ സാക്ഷാത് ഭഗവതി വൈഷ്ണവി രൂപമെടുത്ത് വധിച്ച തിഥിയാണ്. അതുകൊണ്ട് വൈഷ്ണവി രൂപത്തിൽ ഭഗവതി അവതരിച്ച ആ ഭാവം ഈ അഷ്ടമി ആയതുകൊണ്ട് അഷ്ടമി തിഥി വൈഷ്ണവീ ദേവിയെ ആരാധിക്കാനുള്ള തിഥിയാണ്. വൈഷ്ണവീ ദേവി ക്ഷേത്രത്തിലൊക്കെ ഈ അഷ്ടമിക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ദുർഗാഷ്ടമി വളരെ വിശേഷമായിട്ട് ആരാധിക്കുന്നത്. ദുർഗാഷ്ടമിക്ക് ആയുധ പൂജയാണല്ലോ പ്രധാനം. കാരണം ശത്രു സംഹാരത്തിന് വേണ്ടി ഭഗവതി എടുത്ത രൂപം എന്നുള്ള സങ്കല്പമാണ്. നവമി ദുർഗയ്ക്ക് പ്രാധാന്യമാണ്. ദുർഗാദേവിയെ ആരാധിക്കുന്നു നവമി. ദശമി ലോകപാലർക്കുള്ളതാണ്. ലോകപാലകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഷ്ടദിക്പാലകന്മാരും ഒക്കെ പെടും, അശ്വിനി ദേവനും എല്ലാവരും പെടും. വിശ്വദേവകളായിരിക്കുന്ന സകല ആൾക്കാരും, സകല ദേവതകൾ. ഏകാദശി കുബേരന് വളരെ പ്രാധാന്യമുണ്ട്. ധനധാന്യ സമ്പത്തിക്കൊക്കെ ഏകാദശി തിഥിയാണ് പൊതുവെ എല്ലാവരും എടുക്കുക. കുബേരനെ ആരാധിക്കുന്നത് പോലെ തന്നെ വിഷ്ണുവിന്റെ അവതാര സ്വരൂപങ്ങളെ ആരാധിക്കാനും ഏകാദശി പ്രധാനമാണ്. ഈ അവതാരങ്ങളുടെയൊക്കെ മൂലസ്വരൂപമായ നാരായണനെ പ്രസാദിപ്പിക്കാനും ഏകാദശി പ്രധാനമാണ്. ദ്വാദശി ബ്രഹ്മാവ് വിഷ്ണുവിനെ കണ്ട ദിവസമാണ്. എന്ന് വെച്ചാൽ ബ്രഹ്മാവ് താമരയിൽ ഉണർന്നിട്ട് വിഷ്ണുവിനെ കണ്ട ദിവസം ദ്വാദശിയാണ് എന്നാണ് സങ്കല്പം. അതുകൊണ്ടാണ് ദ്വാദശിക്ക് വിഷ്ണുവിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ത്രയോദശി ധർമ്മദേവന്റേതാണ്. സാക്ഷാത് കാലൻ ലോകത്തെ മുഴുവൻ ജനനമരണ ചക്രത്തിൽ തിരിച്ച് പുണ്യങ്ങൾക്ക് ഉള്ളതായ പുണ്യലോകങ്ങളും പാപങ്ങൾക്കുള്ള പാപലോകങ്ങളും കൊടുക്കാൻ കാലദണ്ഡവുമായി വിചാരഭൂമിയിലിരിക്കുന്ന ധർമ്മദേവന്റെ തിഥിയാണ് ഈ ത്രയോദശി. ആ തിഥിയിൽ മഹാദേവനെയും ആരാധിക്കും വളരെ പ്രാധാന്യത്തോടുകൂടി. ചതുർദശി രുദ്രന്റെ തിഥിയാണ്. വളരെ വിശേഷപ്പെട്ടതാണ് ചതുർദശി മഹാദേവനെ ആരാധിക്കാൻ. ഈ ത്രയോദശിയും ചതുർദശിയും ഭഗവാന്റെ ആരാധനകൾക്ക് വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ എടുക്കാറുണ്ട്. പ്രദോഷം മുതലായതൊക്കെ ഈ തിഥിയുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ പിന്നെ ചില വാരത്തിനും പ്രാധാന്യം വരും. ചൊവ്വാഴ്ച, ശനിയാഴ്ചയൊക്കെ പ്രദോഷം വരുമ്പോൾ ഞായറാഴ്ച, തിങ്കളാഴ്ച, അതിനൊക്കെ പ്രത്യേകം ചില ഫലസിദ്ധികളും പറയുന്നുണ്ട്. അമാവാസി പിതൃക്കൾക്കുള്ളതാണ്. പൗർണമി ചന്ദ്രനെ ആരാധിക്കാനുള്ളതാണ്. പക്ഷെ അവിടെ ഒരു പ്രത്യേകത, അമാവാസിയിൽ ചെയ്യുന്നതായ പിതൃകർമ്മങ്ങൾ സകല പിതൃക്കൾക്കും ഉള്ള ആരാധനയായി മാറും. അതേപോലെയാണ് പൗർണമിയിൽ ചന്ദ്രന് ചെയ്യുന്നതായ പൂജ സകല ദേവതകൾക്കും പ്രീതി നൽകുന്ന പൂജയാണ്. അതുകൊണ്ടാണ് പൗർണമി പൂജയ്ക്ക് വളരെ പ്രാധാന്യം. അമാവാസി പിതൃ സങ്കല്പത്തിലുള്ള പൂജകൾക്ക് വളരെയധികം പ്രാധാന്യം. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് മുത്തശ്ശി എല്ലാ പൗർണമിക്കും പത്മമിട്ട് പൂജ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, നിവേദ്യം. അപ്പൊ അന്ന് ഞാൻ മുത്തശ്ശിയോട് ചോദിക്കാറുണ്ട്, ഇതെന്താ, ആരെയാണ് പൂജിക്കണേ? മുത്തശ്ശി പറയും, വിഷ്ണുവിനെയാണ്. ചന്ദ്രന്റെ രൂപത്തിലാണ് വിഷ്ണുവിനെ കാണുന്നത്. അങ്ങനെയാണ് മുത്തശ്ശി പറയുന്നത്. സോമരൂപത്തിൽ വിഷ്ണുവിനെ ആരാധിക്കുന്നു. ആ ആരാധന ബ്രഹ്മാവിനും ശിവനും ഇന്ദ്രൻ, അഗ്നി, യമൻ, വരുണൻ, വായു മുതലായ സകല ദേവതകൾക്കുമുള്ള ആരാധനയായി പരിണമിക്കുന്നു. ആ പറഞ്ഞതിൻ്റെ അർത്ഥം ബോധ്യപ്പെടുന്നത് ഈ വരാഹപുരാണത്തിലെ ദേവതാ തിഥി നിർണയം എന്ന് പറയുന്ന ബ്രഹ്മാവിൻ്റെ സൃഷ്ടി ആരംഭത്തിലുള്ള ദേവതകൾക്ക് ഓരോ തിഥികൾ കൽപ്പിച്ചു കൊടുക്കുന്ന ഈ ഭാഗം വായിക്കുമ്പോഴാണ്. ഇനി വരാഹപുരാണത്തിൽ വളരെയധികം പ്രാധാന്യത്തോടുകൂടി ധർമ്മങ്ങളെക്കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോഴവിടെ ഒരു പ്രധാനപ്പെട്ട കഥ ഞാൻ പറഞ്ഞു. വരാഹപുരാണത്തിൽ
ഇത്തരത്തിലുള്ള ധർമ്മബോധകങ്ങളായിരിക്കുന്ന അനവധി സംവാദങ്ങളുണ്ട്. കഥകൾ ഇങ്ങനെ വിസ്തരിച്ചു പോകുന്ന ഒരു രീതി വരാഹപുരാണത്തിൽ കാണാൻ സാധിക്കും. അതിന് കാരണം വംശവിസ്താരവും ഇല്ല, ഈശാനചരിതവും ഇല്ല എന്നുള്ളതുകൊണ്ട്. അതൊക്കെ ഈ തീർത്ഥമാഹാത്മ്യം, ധർമ്മ സംവാദങ്ങൾ ഇതിലൊക്കെ ഉൾപ്പെട്ട് ചെറിയ 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 കഥകളായിട്ട് പറഞ്ഞു പോവുകയാണ്. അപ്പൊ അതിന് ധർമ്മത്തെക്കുറിച്ച് പറയുന്നതായ വളരെ വിശേഷപ്പെട്ട ഒരു കഥയാണ് ധർമ്മവ്യാധന്റെ കഥ. ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ലിംഗപുരാണം പറഞ്ഞപ്പോൾ, ആഹാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ശൗചാചാര മര്യാദകളിൽ ഭക്തിയിൽ സർവഭൂതദയ എന്ന ഭാവം വരുന്നുണ്ടെങ്കിൽ മാംസാഹാരം നിഷിദ്ധമാണോ, അതോ മാംസാഹാരം ഏതെങ്കിലും വിധത്തിൽ പുരാണങ്ങൾ ന്യായീകരിക്കുന്നുണ്ടോ എന്നതായ ഒരു ചർച്ച നമ്മൾ പുരാണങ്ങളെ വെച്ചുകൊണ്ട് ചെയ്തു. ആ സമയത്താണ് ധർമ്മവ്യാധന്റെ കഥ പറഞ്ഞത്. ഒരു മഹർഷിയും ജാതി മഹർഷിയും ധർമ്മവ്യാധനും തമ്മിലുള്ളതായ സംവാദത്തിന്റെ കഥ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ സംവാദം വളരെ ദൈർഘ്യമേറിയതാണ്. മഹാഭാരതത്തിലുണ്ട് ആ കഥ. ആ കഥയുടെ മറ്റൊരു ഭാഗമാണ് വരാഹപുരാണം. സത്യത്തിൽ ഈ ധർമ്മവ്യാധൻ ആരാണ് എന്ന് വരാഹപുരാണം പറയുകയാണ്. ഈ ധർമ്മവ്യാധൻ ശരിക്കും വസു എന്ന് പറയുന്ന ഒരു രാജാവാണ്. ഈ രാജാവിൻ്റെ തന്നെ ഉള്ളിലുള്ളതായ ഒരു രൂപമാണ് ഈ വ്യാധസ്വരൂപം, ഒരു വേടന്റെ രൂപം. അതെന്തോ അതിന് കാരണം എന്നുള്ളത് ഏതെങ്കിലും സ്കന്ദപുരാണം വായിക്കുമ്പോഴാണ് നമുക്കത് വ്യക്തമാകും. അതപ്പോൾ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ആ കഥയിലേക്ക് വിസ്തരിച്ച് കടക്കുന്നില്ല. എന്തായാലും ഈ വസു എന്ന രാജാവിന് അർജുനക എന്ന് പേരുള്ളതായ ഒരു പുത്രി ഉണ്ടായിരുന്നു. ഈ പുത്രിയെ മതംഗമുനിയുടെ പുത്രനായിരിക്കുന്ന പ്രസന്നന് വിവാഹം ചെയ്തു. അപ്പോൾ വസു എന്ന രാജാവ്, അതായത് ഈ ധർമ്മവ്യാധൻ, തൻ്റെ പുത്രിയായിരിക്കുന്ന അർജുനകയെ മതംഗമുനിയുടെ മകനായ പ്രസന്നന് വിവാഹം ചെയ്തു. കാട്ടിൽ കഴിയുകയാണ്, ആശ്രമത്തിൽ കഴിയുകയാണ് പ്രസന്നനും അർജുനനും. ഈ സമയത്ത് മതംഗമുനിയുടെ ധർമ്മപത്നി ഈ പ്രസന്നയോട് ഇടയ്ക്ക് കലഹിക്കും. ഈ കലഹിക്കുന്ന സമയത്ത് ഒരു ദിവസം പറഞ്ഞു, അല്ലെങ്കിലും ഈ വേടന്റെ മകൾക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുമോ എന്നൊരു കുത്തുവാക്ക് പറഞ്ഞു. അപ്പൊ മരുമകളും അമ്മായിയമ്മയും തമ്മിലുള്ള കുത്തുവാക്ക് അത് പണ്ടേ ഉണ്ട്. പക്ഷെ വരാഹപുരാണത്തിൽ ഈ കഥ പറഞ്ഞിട്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നു, അന്ന് മുതലാണത്രേ ഈ മരുമകളും അമ്മായിയമ്മയും യോജിക്കാതായത്. ഒരു കൗതുകം തോന്നിയപ്പോഴാണ് ഞാൻ ഈ കഥ എന്തായാലും പറയണമെന്ന് നിശ്ചയിച്ചത്. അപ്പൊ ഈ ശ്വശ്രു, അതായത് മകന്റെ ഭാര്യയുമായി അമ്മയ്ക്ക് ശത്രുതയുണ്ടാകുന്നു, ഭർത്താവിന്റെ അമ്മയുമായി ഭാര്യയ്ക്ക് ശത്രുതാഭാവം ഉണ്ടാകും. ഇത് യഥാർത്ഥത്തിൽ ഈ ധർമ്മവ്യാധന്റെ ശാപമാണ് എന്നാണ് കഥ പറയുന്നത്. ശാപത്തിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ അർജുനകയെ അമ്മ കുത്തുവാക്ക് പറഞ്ഞു, അല്ലെങ്കിൽ വേടന്റെ മോളിൽ നിന്ന് ഇത്രയ്ക്കൊക്കെ പ്രതീക്ഷിക്കേണ്ടു എന്ന് കുത്തുവാക്ക് പറഞ്ഞപ്പോൾ അർജുനകയ്ക്ക് വല്ലാത്ത വിഷമം. തൻ്റെ അച്ഛനെ കുറിച്ചല്ലേ പറഞ്ഞു. കരഞ്ഞ് 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 അച്ഛൻ്റെ അടുത്ത് വസുരാജാവ്. പക്ഷെ ധർമ്മവ്യാധ സ്വരൂപത്തിലാണ് അദ്ദേഹം വരുന്നത് ആശ്രമത്തിലേക്ക്. അപ്പോൾ ഈ ധർമ്മവ്യാധൻ എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു സങ്കല്പമല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. സ്കന്ദപുരാണത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ശരിയായ രൂപം നമുക്ക് തെളിഞ്ഞു എന്നും വരാം. അപ്പൊ ധർമ്മവ്യാധൻ വന്നപ്പോൾ മതംഗമുനി വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ സ്വീകരിച്ചു. കാര്യങ്ങളൊന്നും ചിലപ്പോൾ മതംഗമുനി അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ എന്താ അന്ന് വന്നത് ചോദിച്ചു. ഞാൻ വന്നു, എന്തായാലും ഇവിടുന്ന് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ച് വന്നതാണ് എന്ന് ധർമ്മവ്യാധൻ പറഞ്ഞു. അപ്പൊ മതംഗൻ വേഗം ധർമ്മവ്യാധനെ സ്വീകരിക്കാൻ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാൻ പോകും. അപ്പൊ ധർമ്മവ്യാധൻ ചോദിച്ചു, അങ്ങ് എന്തുപയോഗിച്ചിട്ടാണ് എനിക്ക് ഭക്ഷണം തരാൻ പോകുന്നത്? എന്നാൽ വരൂ കാണിച്ചു തരാമെന്ന് പറഞ്ഞ അടുക്കളയ്ക്ക് കൊണ്ടുപോയി അവിടെ നിരത്തി വെച്ചിരിക്കുന്ന ധാന്യങ്ങളൊക്കെ കാണിച്ചു. അപ്പൊ ധർമ്മവ്യാധൻ ചോദിക്കുകയാണ്, നോക്കൂ, ഈ ധാന്യങ്ങൾ ഉപയോഗിച്ചാണോ നീ എനിക്ക് ഭക്ഷണം തരാൻ പോകുന്നു? അതെ.
ഈ ധാന്യങ്ങൾ എത്രയെത്ര സസ്യലതാദികൾക്ക് ജീവൻ കൊടുക്കാൻ കഴിവുള്ളവയാണ്. ലക്ഷക്കണക്കിന് സസ്യലതാദികൾക്ക് ജീവൻ കൊടുക്കാൻ കഴിവുള്ള ധാന്യങ്ങൾ അങ്ങ് എനിക്ക് ഭക്ഷണമായി തരുമ്പോൾ അങ്ങ് എത്ര മഹാപാപമാണ്, എത്ര വലിയ മഹാപാപമാണ് ചെയ്യുന്നത് എന്ന് ആലോചിച്ചു നോക്കി. മതംഗ മഹർഷി കണ്ടുപിടിച്ചത് എന്തായി പറയുന്നു? ധർമ്മവ്യാസം പറയാണ്, ഞാൻ എന്റെ ജീവനവൃത്തിക്ക് വേണ്ടി ഒരു ദിവസം ഒരു മൃഗത്തെ കൊല്ലുന്നു, എന്നിട്ട് അതിന്റെ മാംസം കഴിക്കും. പക്ഷെ അങ്ങോ ഒരു ദിവസം ആയിരക്കണക്കിന് ജീവനുകളെ ഭക്ഷിക്കുന്നു. ഞാനാണോ മഹാപാപി, അങ്ങാണോ മഹാപാപി? ഇത് മനസ്സിലാക്കാതെ അങ്ങയുടെ ധർമ്മപത്നി എന്റെ മകളോട് വേടന്റെ കുടുംബത്തിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട എന്നൊരു കുത്തുവാക്ക് പറഞ്ഞു. അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. വേടനോ ശ്രേഷ്ഠൻ, മുനിയോ ശ്രേഷ്ഠൻ. നമുക്ക് വിട്ടുതരികയാണ്. നമ്മളും ഭക്ഷണം കഴിക്കുന്നുണ്ടേ. മാംസാഹാരത്തെ കുറിച്ച് വളരെ മോശമായി സംസാരിക്കുകയും സസ്യാഹാരം കേമമാണ് എന്ന് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ധർമ്മവ്യാധന്റെ ഈ ചോദ്യം വളരെ പ്രസക്തമായി നമ്മുടെ മുമ്പിൽ വന്നു ചേരുകയാണ്. സഹസ്രശ കോടിശ്ച ജീവാൻ ഹംസി ദിനേ ദിനേ അധേദൃശസ്യ പാപസ്യ കോന്നം ഭുഞ്ജൻ പുമാൻ. കോടിക്കണക്കിന് ജീവജാലങ്ങളെ അല്ലേ യഥാർത്ഥത്തിൽ സസ്യാഹാരം കഴിക്കുന്നവര് ഈ ധാന്യം കഴിക്കുന്നതിലൂടെ വധിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് പാപമൊഴിഞ്ഞ ഭക്ഷണമായി തീരുക എന്നാണ്. ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ മതംഗ മഹർഷിക്ക് സാധിക്കില്ല. വേടൻ അതിന് ഉത്തരം കേൾക്കാൻ നിന്നുമില്ല. അദ്ദേഹം ഒരു ശാപം കൊടുത്ത് അവിടെ പോവുകയാണ്. എന്താ ശാപം? മാസ്നുഷാഭി സമം ശ്വശ്വാ വിശ്വാസോ ഭവതു ക്വചിൽ മാചസ്നുഷാ കദാചിൽതു ദ്വാസ്വശ്രു ജീവതി ജീവനമീഷതേ. നേരത്തെ പറഞ്ഞതാണ്. ഒരിക്കലും അമ്മായിയമ്മയും മരുമോളും തമ്മിൽ കൂടിച്ചേരില്ല എന്ന് മാതൃ മഹർഷിയുടെ മുന്നിൽ വെച്ച് ഈ ധർമ്മവ്യാധൻ ശാപവചസ്സുകൾ ഉരുവിട്ട് പോയി എന്നാണ് ഈ കഥ. ഈ കഥയിലൂടെ യഥാർത്ഥത്തിൽ പുരാണം നമ്മളോട് സംവദിക്കുന്നത് എന്താണ് എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ലോകത്തിൽ മനുഷ്യർ എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആ കർമ്മത്തിന്റെ സത്ഫലങ്ങളുടെയും ദുഷിച്ച ഫലങ്ങളുടെയും ഉത്തരവാദിത്വം ഒരുപോലെ ഏറ്റെടുക്കും. അതുകൊണ്ടാണ് നമുക്ക് പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് പറയുന്ന വളരെ വിശേഷപ്പെട്ടതായ കർമാനുഷ്ഠാനങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ ആഹാരം കഴിക്കുകയാണെങ്കിൽ അത് സസ്യാഹാരമായാലും ശരി, മാംസാഹാരമായാലും ശരി, നമ്മൾ ജീവിക്കുന്നത് ഗൃഹസ്ഥത്തിലാണെങ്കിലും ശരി, ആ ഗൃഹസ്ഥത്തിൽ തന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ വളരെ ശ്രേഷ്ഠമാണെങ്കിലും ശരി, നമ്മൾ പോലും അറിയാതെ നമ്മളെ പിടികൂടുന്നതായ പഞ്ചസൂനങ്ങൾ, മഹാപാപങ്ങളുണ്ട്. അമ്മിയിലിട്ട് അരയ്ക്കുക, ഒരലിൽ കുത്തുക, മാവാട്ടുക, ഇത്തരത്തിലുള്ളതായ ഗൃഹകാര്യങ്ങളിൽ പോലും നമ്മൾ പോലും അറിയാതെ അനവധി സൂക്ഷ്മ ജീവികൾ നമ്മുടെ ഉപജീവനത്തിനിടയിൽ മരിച്ചുപോയി. അപ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യന് ഈ സ്വന്തം ഗൃഹസ്ഥ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന സമയത്ത് പോലും അനവധി തരത്തിലുള്ളതായ അറിഞ്ഞോ അറിയാതെ കൊണ്ടോ ഉള്ള ഈ പഞ്ചസൂന പാപങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു. അപ്പോൾ മനുഷ്യർ എന്ത് ചെയ്യണം? അതിന് പ്രായശ്ചിത്തമായി ആചാരാനുഷ്ഠാനങ്ങൾ വേണ്ടതുപോലെ പരിപാലിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇത്രയധികം ആചാര പദ്ധതികൾ ഉണ്ടായത് എന്തിനു വേണ്ടിയാണ്? ഇത് തന്നെയാണ് സങ്കല്പം. ഈ പ്രകൃതിയിൽ ജീവിക്കുമ്പോൾ മനുഷ്യൻ വിവേകബുദ്ധിയുള്ളവനായതുകൊണ്ട്
ആർക്കൊക്കെ എന്തൊക്കെ ദോഷം വരും എന്ന് അറിയാം കുറേയൊക്കെ. ചിലതോ അറിയില്ല. അത് അറിയുന്നവരെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പറഞ്ഞു തന്നതിന് ചിലരൊന്നും കേൾക്കുന്നില്ല, ചിലരനുസരിക്കുന്നില്ല, ചിലരതിനെ നിഷേധിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ പൂർവികർ എന്ത് ചെയ്തു? അറിഞ്ഞോ അറിയാതെയോ മനുഷ്യരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഈ മഹാപാപങ്ങൾക്കുള്ള പ്രതിക്രിയയായി പഞ്ചയജ്ഞങ്ങൾ പറഞ്ഞു. ഭൂതയജ്ഞം, പിതൃയജ്ഞം, ദേവയജ്ഞം, ഋഷിയജ്ഞം എന്നിങ്ങനെയുള്ള യജ്ഞങ്ങളാണ് നൃയജ്ഞം. ആ യജ്ഞങ്ങളിലൂടെ നമുക്ക് നമ്മുടെ ഈ അറിഞ്ഞോ അറിയാതെയുള്ള പാപങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും എന്നാണ് വരാഹപുരാണം ആത്യന്തികമായി തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ കാര്യങ്ങളിലൂടെയും നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ പിതൃയജ്ഞം എന്ന് പറഞ്ഞാൽ ശ്രാദ്ധക്രിയയാണ്. നമുക്ക് മുൻപേ ജനിച്ച് മരിച്ചു പോയവര്, നമുക്ക് ശേഷം ഇനി ജനിക്കാനിരിക്കുന്നവര്, അവരാണ് പിതൃലോകത്തുള്ളത്. നമ്മളും അവിടെ തന്നെയാണ് പോകുന്നത്. അപ്പൊ ആ പിതൃലോകം എന്ന് പറയുന്ന ആ സങ്കല്പം, അതിലൂടെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ആരുടെയൊക്കെ സ്നേഹത്താൽ, ആദരവിനാൽ, കർമ്മങ്ങളാൽ നമുക്ക് ഈ ശരീരപുഷ്ടി കൈവന്നു, അതിനുള്ളതായ നന്ദി ആ ജീവിച്ച് മരിച്ചുപോയ ആളുകൾക്ക് ഭൂമിയിൽ ശരീരം ഇല്ലാതാവുമ്പോൾ, ആ ശരീരം കൊണ്ട് പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ കഴിയാതാവുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ആ പുണ്യകർമ്മങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുക എന്നതാണ് ശ്രാദ്ധക്രിയയുടെ അടിസ്ഥാനം. ദേവയജ്ഞം എന്ന് പറയുന്നത് സപര്യകളാണ്. നമുക്ക് ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ക്ഷേത്ര ആരാധന മുതലായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ദേവയജ്ഞമായി നമുക്ക് കണക്കും. ഋഷിയജ്ഞം എന്ന് പറയുന്നത് ദാനാദിധർമ്മങ്ങളാണ്. ഇനി വളരെ വിശേഷപ്പെട്ട ഒന്നാണ് നൃയജ്ഞം. നൃയജ്ഞം എന്ന് പറയുന്നത് അതിഥി പൂജയാണ്. സർവഭൂത സൗഹൃദ ഭാവത്തോടുകൂടി നമുക്ക് ചുറ്റുമുള്ള ചരാചരങ്ങളിലേക്ക് നമുക്കുണ്ടാകേണ്ട സ്നേഹഭാവത്തെ പരിശീലിക്കുന്നത് ആദ്യം നമ്മൾ ഗൃഹത്തിലേക്ക് വരുന്നവരെ നല്ല മനസ്സോടുകൂടി ശുശ്രൂഷിക്കുക, അവരെ ആദരിക്കുക എന്നുള്ളതാണ്. അതാണ് അതിഥി പൂജ. ഭൂതയജ്ഞം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ മനുഷ്യനല്ലാതെ കണ്ടുള്ള സകല ചരാചരങ്ങൾ നമ്മുടെ ഈ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് എന്നുള്ള തത്വത്തെ വേണ്ടതുപോലെ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യേണ്ട യജ്ഞമാണ്. അപ്പോൾ ഈ ഭൂതയജ്ഞം, പക്ഷി മൃഗാദികളൊക്കെ മനുഷ്യ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണെന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മളെ നയിക്കുന്ന ഒന്നാണ്. ഒരു പക്ഷേ ചിലപ്പോൾ നമ്മുടെ ചില ആചാരങ്ങളിലൂടെ ഈ ഭൂതയജ്ഞം തന്നെയാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. മുറ്റത്ത് പക്ഷി മൃഗാദികളൊക്കെ അവർക്കൊക്കെ കുടിക്കാൻ വേണ്ടി വെള്ളം വെക്കുക, നമ്മൾ കഴിക്കുന്ന ആഹാരം. എൻ്റെ കില്ലത്ത് മുത്തശ്ശി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അടുക്കളയിൽ ചോറായി കഴിഞ്ഞു ആ ചോറിൽ നിന്ന് കോരിക കൊണ്ട് കുറച്ച് എടുത്ത് അത് പുറത്ത് കൊണ്ടുപോയി ഒരു കല്ലിലിടും. ആദ്യമേ തന്നെ അത് ചെയ്യും. അപ്പോഴേക്കും അവിടെ കാക്കകൾ വരും. കാക്കകൾ കുത്തി തിന്ന് വയറിറച്ച പിന്നത്തെ കിളികൾ വരും, പിന്നെ അണ്ണാൻ വരും. അങ്ങനെയൊക്കെ അവർക്കൊക്കെയുള്ള ഭക്ഷണം എന്നതില്ല. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ചുറ്റുമുള്ള ചരാചരങ്ങളിലേക്ക് നമുക്കുണ്ടാവേണ്ടതായ പ്രതിബദ്ധത അത് ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് ഭൂതയജ്ഞം. അതിൽ ഈ വൃക്ഷം നടല് ഇതൊക്കെ അതിൽ പെടുന്നു. ഇത്തരത്തിൽ ആചാരാനുഷ്ഠാനങ്ങളുടെ മഹത്വത്തെ വേണ്ടതുപോലെ വ്യക്തമാണ്. എന്നിട്ട് ദാനാദികളുടെ മഹത്വം വിശദമാക്കുന്നുണ്ട്. ദാനം എങ്ങനെയാവാം? യദീനം കാഞ്ചനം ദത്വാ താമ്പൂലം ബ്രഹ്മചാരിണം ചോരാണാം അഭയം ദത്വാ ദാതോപി നരകം പ്രജയിൽ എന്നൊരു സ്മൃതിയുണ്ട്.
വ്യക്തമായ ബോധത്തോടു കൂടി കൊടുക്കുന്നതിനെയാണ് ദാനം എന്ന് വിളിക്കുക. പലരുടെ വിചാരം ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും വിധത്തിൽ ഭക്ഷണമില്ലാത്ത ഒരാൾക്ക് ഭക്ഷണം കൊടുക്കലാണ്. അങ്ങനെയല്ല. ദാനം എന്ന് പറഞ്ഞ ഒരു ക്രിയയായിട്ടാണ് പറയുന്നത്. അവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യതീനാം കാഞ്ചനം ദത്വ. സന്യാസിമാർക്ക് സ്വർണം കൊടുത്താൽ കൊടുക്കുന്നവനും വാങ്ങുന്നവനും നരകം. കാരണം എന്താ? സന്യാസിക്ക് സ്വർണത്തിന്റെ ആവശ്യമുണ്ടോ? എല്ലാം ഉപേക്ഷിച്ചവനല്ലേ. അപ്പൊ സ്വർണം അവന് കൊടുത്തു കഴിഞ്ഞാൽ ആ കാഞ്ചനത്തിലൂടെ സന്യാസി വീണ്ടും ആരായി മാറും? വീണ്ടും ഭൗതിക തൃഷ്ണകളിൽ ലയിച്ച് ജീവിക്കുന്ന ആ അധപ്പതനം സന്യാസിക്ക് സംഭവിക്കും. അതുകൊണ്ട് സന്യാസിക്ക് സ്വർണം കൊടുക്കരുത് എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ കാലത്ത് എത്രത്തോളം ശരിയാവുമെന്ന് അറിയില്ല. സ്വർണ്ണ സിംഹാസനത്തിൽ ഇരിക്കുന്ന സന്യാസിമാരുള്ള കാലമാണ്. പിന്നെ പറയുന്നത് താമ്പൂലം ബ്രഹ്മചാരികൾ. താമ്പൂലം എന്ന് പറഞ്ഞാൽ വെറ്റില, അടയ്ക്ക, സുഗന്ധദ്രവ്യങ്ങൾ, ഇതിനെയാണ് താമ്പൂലം എന്ന് പറയുക. താമ്പൂലം ഇല്ലാതെ ഒരു പൂജയും പൂർണ്ണമാകുക. ഏത് പൂജയിലും താമ്പൂലം വേണം. പൂജയിലെ നിവേദ്യാദികളൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടി നൃത്തം, ഗീതം, വാദ്യം ഇതൊക്കെ സങ്കല്പിച്ച് അതൊക്കെ ആസ്വദിച്ച് ദേവത ഇരിക്കുന്ന സമയത്താണ് ഈ താമ്പൂലം സമർപ്പയാമി എന്ന് പറഞ്ഞ ഭഗവതിക്കായാലും ഭഗവാനായാലും കൊടുക്കുന്നത്. അത് ഈ താമ്പൂലം യഥാർത്ഥത്തിൽ സുഖപൂർണതയുടെ അല്ലെങ്കിൽ ഒരു ക്രിയയുടെ പൂർണ്ണതയുടെ ഒരു ചിഹ്നമാണ്. ഒരു കാര്യം പൂർണ്ണമാവുന്നതിന്റെ സങ്കല്പമാണ് താമ്പൂലം. അതുകൊണ്ടാണ് ദക്ഷിണ കൊടുക്കുമ്പോൾ താമ്പൂലം അത് അവിടെ പൂർണ്ണമായി എന്ന് സങ്കല്പിക്കണം എന്നാണ്. അപ്പോൾ ഈ താമ്പൂലത്തോടുകൂടി ദാനം ചെയ്യുക എന്ന് പറയുന്നത് വളരെ വിശേഷമാണ്. അത് കൊടുക്കുന്നത് ബ്രഹ്മചാരികൾക്കാണെങ്കിൽ കൊടുക്കുന്നവർക്കും വാങ്ങുന്നവർക്കും നരകം. ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ ആരാ? വിദ്യാർത്ഥി. വിദ്യ അഭ്യസിക്കുന്നവര് പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല, അല്ലേ? അവരഭ്യസിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ അവരുടെ ഒരു കർമ്മങ്ങളും പൂർണ്ണമാവുന്നില്ല. മാത്രമല്ല സുഖത്തിന്റെ പ്രതീകമാണ് ഈ താമ്പൂലം. അതൊരിക്കലും വിദ്യാർത്ഥികൾക്ക് യോജിച്ചതല്ല. കാരണം വിദ്യാർത്ഥികളുടെ ലക്ഷണം എന്താ? കാലദൃഷ്ടി, ഭഗധ്യാനം, ശ്വാനനിദ്ര, അല്പാഹാരം, ജീർണവസ്ത്രം, ഇതൊക്കെയാണ് വിദ്യാർത്ഥിയുടെ ലക്ഷണമായിട്ട് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീർണവസ്ത്രം എന്നൊക്കെ പറഞ്ഞാൽ കീറിപ്പറഞ്ഞ വസ്ത്രം കൊടുക്കുക എന്നല്ല. വസ്ത്രത്തിൽ അമിത ശ്രദ്ധ പാടില്ല എന്നാണ്. അപ്പൊ വസ്ത്രത്തിൽ അമിത ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ എന്താ ചെയ്യുക? 9 മണിക്ക് ബസ് വന്ന് നിന്നാലും കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മോൾ അനങ്ങില്ല. അല്പാഹാരം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കുറച്ച് കഴിക്കാന്നല്ല അർത്ഥം. ലളിതമായ ആഹാരം, കൃത്യസമയത്ത് കൃത്യമായ രീതിയിലുള്ള ആഹാരം, അതൊക്കെയാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടത്. അപ്പോഴേ ബുദ്ധി വേണ്ടതുപോലെ ഉറയ്ക്കുള്ളൂ. ശരീരം അസ്വസ്ഥമാകുമ്പോൾ ഒരിക്കലും ബുദ്ധി വേണ്ടത് സ്വീകരിക്കുകയില്ല, ഓർമ്മ വയ്ക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് താമ്പൂലം ദാനം ചെയ്യുന്നത് അത്ര നല്ലതല്ല. പിന്നെ പറഞ്ഞത് എന്താ? ചോരാണാം അഭയം തത്വ. കള്ളന്മാർക്ക് അഭയം കൊടുത്തു കഴിഞ്ഞാൽ, അഭയം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദാനമാണ്. ശരണാഗത രക്ഷണം പരമോധർമ്മ എന്നാണ് പ്രമാണം. ശരണാഗതന്മാരായി വരുന്നവർക്ക് രക്ഷ കൊടുക്കുക എന്ന് പറയുന്നതിനേക്കാൾ വലിയ ദാനം ഇല്ല എന്നാണ് പറഞ്ഞത്.
ഇപ്പൊ ശരണാഗത രക്ഷണം പരമോധർമ്മക, ശരണം പ്രാപിച്ചു വരുന്നവർക്ക് അഭയം കൊടുക്കുക എന്നുള്ളതിനേക്കാൾ പരമമായിരിക്കുന്ന ദാനം വേറെയില്ല എന്ന് വിചാരിച്ച് തൊട്ടയൽപ്പക്കത്തെ വീട്ടിൽ നിന്ന് സ്വർണവും പണമൊക്കെ മുട്ടിച്ചു വരുന്ന കള്ളന് തട്ടുമ്പുറത്ത് അഭയം കൊടുത്ത എന്താ കഥ? അത്തരത്തിൽ ഈ ശരണാഗത രക്ഷണം പരമോധർമ്മക, അതിഥി ദേവോഭവ എന്നൊക്കെയുള്ള വാക്യങ്ങളുടെ ശരിയായ അർത്ഥം മനസ്സിലാക്കാതെ കുറെ കാലം ഭാരതീയര് ഈ പറഞ്ഞ ശരണാഗതന്മാരായി വന്നവരൊക്കെ കള്ളന്മാരാണോ കൊള്ളക്കാരാണോ എന്നൊന്നും നോക്കാതെ അവർക്കൊക്കെ അഭയം കൊടുത്ത കാരണം തുർക്കികൾക്കും മുഗളന്മാർക്കും ബ്രിട്ടീഷുകാർക്കും ഫ്രഞ്ചുകാർക്കും പോർച്ചുഗീസുകാർക്കും ഒക്കെ അടിമകളായി എത്രയോ കാലം ഭാരതീയർക്ക് കഴിയേണ്ടി വന്നു അല്ലേ? ഇപ്പോഴും അതിൻ്റെ ആഘാതം പൂർണ്ണമായൊന്നും വിട്ടുപോയിട്ടില്ല. നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ വൈദേശികമായ ആക്രമണങ്ങളുടെയും അധീശത്വത്തിൻ്റെയും ആ ദുരന്തം ഇപ്പോഴും നമ്മുടെ ഈ ജീവിതത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ദാനം മഹത്വമാണ്, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് വിചാരിച്ച് ആർക്ക് എന്ത് ദാനം ചെയ്യുന്നു എന്നതിന് ഒരു പ്രസക്തിയുണ്ട്. ഈ അടുത്ത കാലത്ത് ഈ 2 ദിവസം മുമ്പ് ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു. ഈ പുരാണങ്ങളിലൊക്കെ ദാനം കൊടുക്കൂ എന്ന ആഹ്വാനം നിങ്ങൾ കണ്ടിട്ടില്ലേ? അവിടെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ദീനന്മാരായിരിക്കുന്ന ആളുകൾ, ദരിദ്രന്മാരായ ആളുകൾക്ക് ദാനം കൊടുക്കൂ എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. കൊടുക്കാൻ പറഞ്ഞതൊക്കെ ബ്രാഹ്മണർക്കല്ലേ, അല്ലാതെ ഈ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കും ദുഃഖമനുഭവിക്കുന്നവരുമായിരിക്കുന്ന ആളുകൾക്ക് ദാനം കൊടുക്കാൻ ഏതെങ്കിലും പുരാണത്തിന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ഫേസ്ബുക്കിലെ ചോദ്യം. സ്വാഭാവികമായിട്ടും ഈ ഫോൺ കയ്യിലിരിക്കുന്നവർക്ക് മനസമാധാനം ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. അതിൻ്റെ കാരണം ഇതൊക്കെ കാര്യങ്ങളൊക്കെ വായിച്ച് അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിന് മറുപടി കൊടുത്താലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചു. അങ്ങനെയാ പൊതുവെ, അങ്ങനെയാ പതിവ്, വേണ്ടാന്ന് വെക്കുകയാണ് പതിവ്. അപ്പൊ ഒരു സമാധാനം കിട്ടും. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അന്ന് തൊട്ട് സമാധാനം. കാരണം ഒരു മറുപടിക്ക് വീണ്ടും മറ്റൊരു മറുപടി വരും. കാരണം ഇത്തരത്തിലുള്ളതായ ആക്ഷേപം ഉയർത്തുന്നവര് സത്യസന്ധമായി പുരാണം വായിച്ചിട്ടോ അതിനെ അറിയണമെന്ന ആഗ്രഹം കൊണ്ടോ അല്ലെങ്കിൽ ഈ ദരിദ്രന്മാരോടുള്ള ദയ കൊണ്ടോ ഒന്നുമല്ല. അവർക്ക് ഇതിനെയൊക്കെ ഒന്ന് അവഹേളിക്കണം, അതിലൂടെ കുറച്ച് ആൾക്കാരൊക്കെ അവരെ അറിയണം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരും, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ എന്തായാലും അവർക്ക് കൊടുക്കാത്ത മറുപടി ഞാൻ വേണമെങ്കിൽ ഇവിടെ പറഞ്ഞു തരാം. നമ്മൾ ഈ 2-3 ദിവസം മുമ്പ് കേട്ട പുരാണത്തിൽ തന്നെ അതിവിശേഷമായിരിക്കുന്നതായ ഇന്നലെ നമ്മൾ വർണ്ണിച്ച പുരാണം മാർക്കണ്ഡേയ പുരാണമാണ്. അതിൽ പറയുന്നത് യജ്ഞദാന തപാംസീഹ പരത്രചന ഭൂതയെ ഭവന്തി തന്യാർത്തവ പരിത്രാണേന മാനസം എന്ന് വെച്ച് കഴിഞ്ഞാൽ യജ്ഞം, ദാനം, തപസ് ഇതൊക്കെ ചെയ്യുന്നവരായിരിക്കുന്ന ആളുകൾ ആർത്തന്മാരെ രക്ഷിക്കുന്നതിൽ ശ്രദ്ധ വെച്ചില്ലെങ്കിൽ ഈ ചെയ്യുന്നതിൻ്റെ ഒന്നും ഫലം, നല്ല ഫലം ലഭിക്കുകയില്ല. എന്ന് വെച്ചാൽ ദുഃഖിതരുടെ ദുഃഖത്തെ കാണാത്തവർക്ക്, അങ്ങനെ അവരെ സഹായിക്കാത്തവർക്ക്, അവർക്ക് വേണ്ടതെന്തോ അത് നൽകാത്തവർക്ക് അവരെന്ത് ദാനം, എന്ത് യജ്ഞം, എന്ത് തപസ് ചെയ്തിട്ടും കാര്യമില്ല എന്നാണ് പുരാണ പ്രവചനം. മറ്റൊന്നു കൂടി പറയുന്നുണ്ട്. ന സ്വർഗേ ബ്രഹ്മലോകേ വാ തത്സുഖം പ്രാപ്യതേ നരൈഹി യത് ആർത്തജന നിർവാണോത്ഥം ഇതി മേ മതിഹി. നമ്മൾ പറയുന്നത് ഈ പുണ്യങ്ങളൊക്കെ ചെയ്യുന്നത് പുണ്യലോകങ്ങൾ കിട്ടാനാണ് എന്നാണല്ലോ നമ്മുടെ സങ്കല്പം. അപ്പൊ അവിടെയൊക്കെ സുഖമുണ്ട് എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ സുഖം കിട്ടണം എന്ന് ആഗ്രഹിച്ച മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടെങ്കിൽ ആ ജീവിതം ഇവിടെയോ എവിടെയോ ആയാലും അത് സുഖകരമായി തീരണമെങ്കിൽ നമ്മൾ ഈ ജന്മത്തിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈ ശരീരം കൊണ്ട് നന്മ ചെയ്യണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പൊ ഈ സ്വർഗം, സുഖം എന്നൊക്കെ പറയുന്നത് നമുക്ക് ലഭിക്കാൻ മരിക്കണമെന്നില്ല എന്നാണ് ഇവിടെ മാർക്കണ്ഡേയ പുരാണം വർണ്ണിച്ചത്. പിന്നെ എന്ത് ചെയ്താൽ മതി? യത് ആർത്തജന നിർവാണോത്ഥം ഇതിമേ മതി. ദുഃഖിക്കുന്നവരായിരിക്കുന്ന ആളുകളുടെ അരികത്ത് ചെന്ന് അവരെ സമാശ്വസിപ്പിക്കുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന സുഖം
അത് സ്വർഗത്തെക്കാൾ പുണ്യലോകങ്ങളെക്കാൾ മഹത്തരമാണ്. ഇത്രയും വിശാലമായി പറഞ്ഞ പുരാണങ്ങളെയാണ് ഇവരിങ്ങനെ ഓരോന്നും പറഞ്ഞ് ഇകഴ്ത്താൻ ശ്രമിക്കുന്നത്. ഇനി മറ്റൊരു കഥ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതായ ഈ വരാഹ പുരാണത്തിൽ വരുന്നത്, അത് നമ്മൾ വളരെ കുട്ടിക്കാലം മുതലെയൊക്കെ കേട്ടിട്ടുള്ളതാണ്. ഒരു ഉപനിഷത്ത് കഥയാണ്. അത് നാചികേത ഉപാഖ്യാനം. നചികേതാഗ്നി എന്ന് പറയുന്ന അഗ്നിയാണ് യജ്ഞാദികൾക്കൊക്കെ, യജ്ഞകർമ്മങ്ങൾക്കൊക്കെ തുടക്കമായത് എന്നും പുണ്യലോകങ്ങളെ കുറിച്ചുള്ളതായ സങ്കല്പങ്ങൾ ആരംഭിക്കുന്നത് ഈ നചികേതസിലൂടെയാണ് എന്നൊക്കെയാണ് സങ്കല്പം. എന്തായാലും ക്രിയായോഗത്തിന്റെ ഒരു തുടക്കമാണ് ഈ നാചികേതോപാഖ്യാനം. മനുഷ്യന്റെ ആത്യന്തികമായ ശ്രേയസ്സിന് മനുഷ്യൻ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ കഠോപനിഷത്ത് എന്ന് പറയുന്ന ഉപനിഷത്ത്. അതിലുള്ളതാണ് നചികേതോപാഖ്യാനം. ആ ഉപാഖ്യാനം ഇവിടെ പുരാണത്തിൽ പറയുന്നു. പുരാണത്തിലേക്ക് വരുമ്പോഴേക്കും നമുക്കറിയാം, ഇതിഹാസ പുരാണാഭ്യം വേദം സമുപബ്രംഹിതം. വേദത്തിലെയും ഒക്കെ കഥകളൊക്കെ തന്നെ വേദത്തിലെ സാരങ്ങളെ, അർത്ഥങ്ങളെ നമുക്ക് ബോധ്യപ്പെടുത്തി തരാം കഥകളായി വേദവ്യാസൻ പറഞ്ഞു തരികയാണ്. അപ്പൊ കഥകളായി പറഞ്ഞു തരുമ്പോൾ അത് കേൾക്കുന്നവര് വേദം കേട്ടെന്ന് മനസ്സിലാവുന്ന ആൾക്കാരല്ലാത്തത് കൊണ്ടാണല്ലോ കഥാരൂപത്തിലാക്കിയത്. അപ്പൊ നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ആ കഥകളെ മാറ്റിമറിക്കുമ്പോൾ അതിലെ ഭാഷയും നമുക്ക് മനസ്സിലാവുന്ന വിധത്തിലാവണം. അപ്പൊ ചോദ്യം എന്താണ്? കഠോപനിഷത്തിലെ ചോദ്യം ആത്യന്തികമായ ശ്രേയസ്സിന് മനുഷ്യൻ എന്ത് ചെയ്യണം എന്നാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ജ്ഞാനം ഏതാണ് എന്നാണെങ്കിൽ, ഇവിടെ ചോദിക്കുന്ന ചോദ്യം, നചികേതസ് യമനോട് ചോദിക്കുന്ന ചോദ്യം, പ്രേതലോകം കിട്ടാതിരിക്കാൻ എന്താ വഴി? പ്രേതലോകം എന്ന് പറഞ്ഞാൽ എന്താ? മരിച്ചു കഴിഞ്ഞാൽ ഉള്ള ഒരു ലോകം. അവിടേക്ക് എത്താതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ് ചോദ്യം. സത്യത്തിൽ ഈ ചോദ്യവും കഠോപനിഷത്തിലെ വളരെ സങ്കീർണമെന്ന് നമുക്ക് തോന്നിക്കുന്ന ചോദ്യവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. ആത്യന്തികമായ ശ്രേയസ്സിന് എന്താ വേണ്ടത് എന്ന് ചോദിച്ചു, അതിനു പകരം പ്രേതലോകം കിട്ടാതിരിക്കാൻ എന്താ വഴി ചോദിച്ചു. രണ്ടിന്റെ ഉത്തരം ഒന്നാണ്. പക്ഷെ ആത്യന്തികമായ ശ്രേയസ്സിനെ കുറിച്ച് പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാവുകയില്ല. അപ്പൊ സാധാരണക്കാർക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഇവിടെ ജനനമുണ്ട്, മരണമുണ്ട് എന്നറിയാം. ജനനവും മരണവും ഉണ്ടെങ്കിൽ ആ മരണത്തിന് ശേഷം എന്തായിരിക്കും എന്നതായ ഒരു കൗതുകം, ചിലപ്പോൾ അത് ഭീതിയായി ചിലർ പിടികൂടി. അത് ഭീതിയാകാൻ എന്താ കാരണം? നമ്മുടെ ജീവിതത്തിൽ വേണ്ടതുപോലെയൊന്നും നമുക്ക് ജീവിതം ആക്കാൻ സാധിക്കാത്ത ആളുകള് ഇനി ഇതുപോലത്തെ ജീവിതങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വല്ല പൂച്ചയോ നായയോ ഒക്കെ ആയിട്ട് ജനിച്ച ഇങ്ങനെയൊക്കെ ജീവിക്കേണ്ടി വരില്ലേ എന്ന് ഭയക്കുന്നവരുണ്ട്. പക്ഷെ സത്യത്തിൽ ജീവൻ ഒരു ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ ശരീരം ഏത് ശരീരമാണെങ്കിലും ആ ശരീരത്തിന്റെ സുഖം ആ ജീവൻ അനുഭവിക്കുന്നു എന്നുള്ളതാണ് പരമാർത്ഥം. നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പാറി നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് എന്തൊരു ജീവിതമാണെന്നോ, അല്ലേ? ഒരു ഗുരുവും ശിഷ്യനും കൂടിയിട്ട് വരും ജന്മത്തെക്കുറിച്ച് രണ്ടുപേർക്കും അറിയാം, വരാൻ പോകുന്ന ജന്മം എന്താവും എന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അപ്പൊ രണ്ടുപേരും കൂടി അത് ചിന്തിക്കുകയാണ്. ഒരു ദിവസം മുഖാമുഖം വരുന്നു, അടുത്ത ജന്മം എന്താവും എന്ന് നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഗുരുവും ശിഷ്യനും മുഖാമുഖം വരുന്നത് ധ്യാനിച്ചു കഴിഞ്ഞപ്പോഴാണ് ഗുരു ഇരുന്ന് കരയാൻ തുടങ്ങി. അപ്പൊ ശിഷ്യൻ ചിരിക്കുകയാണ്. ശിഷ്യൻ ചോദിച്ചു, എന്താ ഗുരു കരയണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എൻ്റെ ശിഷ്യ, ഞാൻ അടുത്ത ജന്മത്തിൽ ഒരു പശുവായിട്ടാണല്ലോ ജനിക്കുക. അത് ആലോചിച്ചിട്ട് ഞാൻ കരയാണ്. പശുവൊക്കെ ആകുമ്പോൾ എന്തൊരു നരക ജീവിതമാണ് ഇതിൻ്റെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശിഷ്യൻ ചിരിച്ചു. ശിഷ്യൻ പറഞ്ഞു, അങ്ങ് ഇതിനാണോ കരയുന്നത്? ഞാൻ അതിനേക്കാളും വലിയ കഷ്ടത്തിലാണ് ജനിക്കാൻ പോകുന്നത്. അതെന്താ? ഞാനൊരു പൊതുവായിട്ടാണ് ജനിക്കാൻ പോകുന്നത്. പിന്നെ നീ എന്തിനാ ചിരിക്കണേ? അല്ല, എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഞാനൊരു പൊതുവായിട്ട് ജനിക്കുമ്പോൾ അങ്ങ് എന്തായാലും വല്ല പശുവോ വല്ല എരുമയോ വല്ല പൂച്ചയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ജനിക്കില്ലോ. അപ്പോൾ അങ്ങൊരു കാര്യം ചെയ്യണം, എന്തായാലും പശുവായിട്ടാണല്ലോ ജനിക്കുക, എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാൻ പൊതുവായിട്ട് ജനിച്ച സമയത്ത് ഞാൻ അങ്ങയുടെ മേത്ത് വന്ന് ചോര കുടിക്കാനിരിക്കാം. അങ്ങ് എന്ത് ചെയ്യണം? വാലുകൊണ്ട് എന്നെ അടിച്ചു കൊല്ലണം. അപ്പൊ എനിക്ക് എത്രയും വേഗം ആ പൊതുവിൻ്റെ ജീവിതം കഴിഞ്ഞ് മറ്റേതെങ്കിലും ജീവിതത്തിലേക്ക് പോകാലോ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് രണ്ടുപേരും വാക്കാൽ ഉറപ്പിച്ചു. അടുത്ത ജന്മം കൊതുവും പശുവായിട്ട് ജനിച്ചു. അപ്പൊ ഇങ്ങനെ ശിഷ്യനെ അന്വേഷിച്ച് ഗുരു നടക്കുകയാണ്. പശുവാണേ
ശിഷ്യാ ശിഷ്യാ എന്ന് വിളിച്ച് നടക്കുകയാണ് പശു. അങ്ങനെ കുറെ ദൂരം ചെന്നപ്പോൾ ആ കൊതുക് ഇങ്ങനെ മൂളിപ്പാറി നടക്കുക. ഈ അഴുക്കൊക്കെയുള്ള ദുർഗന്ധം വമിക്കുന്ന ചാലിലൊക്കെയാണ് ഈ കൊതുക്. അപ്പൊ ഗുരു ചെന്ന് ചോദിച്ചു, എന്റെ ശിഷ്യ എന്തൊരു ജീവിതമാണത്, ഇതിനൊക്കെ ഓർമ്മയുണ്ടോ? ഞാൻ പണ്ട് നിന്റെ ഗുരുവായിരുന്നു, നമ്മൾ ഓർമ്മിച്ച് ഈ ജന്മം ഇങ്ങനെയൊക്കെ ആവുമെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ പേത്ത് ചോര കുടിക്കാൻ വന്നിരിക്കാന്നും ഞാൻ വാലുകൊണ്ട് അടിച്ചു കൊല്ലാന്നും. നീ വേഗം വന്നോ, ഈ നികൃഷ്ട ജീവിതം ഞാൻ വേഗം അവസാനിപ്പിച്ച് തരാമെന്ന് പറഞ്ഞപ്പോ ഈ ശിഷ്യൻ പറയാണ്, എന്റെ ഗുരു അങ്ങ് എന്താ വിചാരിച്ച ഈ ജീവിതം മോശമാണെന്നോ? എന്തൊരു സുഖാണെന്നറിയോ, എന്തൊരു ആവേശമാണ് ഇവിടെ ജീവിക്കുക. എനിക്ക് ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, കുടുംബമുണ്ട്, ഒക്കെ ഉണ്ട്. അങ്ങയുടെ വഴിക്ക് പോക്കോളൂ, ഞാൻ സുഖമായിട്ട് ഇത് ജീവിക്കട്ടെ എന്ന് ശിഷ്യൻ പറഞ്ഞു. ഒരു കഥയാണത്. സത്യത്തിൽ ഈ കഥ വളരെ വലിയൊരു പാഠമാണ് നമ്മളെ പഠിക്കുന്നത്. ഏതൊരു ശരീരവും ആ ശരീരത്തിൻ്റെതായ സുഖം അനുഭവിക്കുന്നു എന്നുള്ളതാണ് സത്യം. നമ്മളിപ്പോൾ മനുഷ്യ ശരീരത്തിൽ നിന്ന് ഈ ശരീരത്തിലെ സുഖങ്ങൾ അനുഭവിക്കുന്നു. നമുക്ക് സുഖങ്ങളായ പലതും മറ്റേതെങ്കിലും ശരീരത്തിൽ ഇരുന്ന് ജീവിക്കുന്ന ജീവികൾക്ക് സുഖമല്ല. അല്ലേ അല്ലേ? നമ്മളിങ്ങനെ നല്ല നാവിന്റെ സുഖത്തിന് വേണ്ടി കടിച്ച് ചവച്ച് തിന്നുന്ന പലതും പല ജീവികളുടെ ശരീരങ്ങളാണ്. അവയെ സംബന്ധിച്ച് അവയ്ക്ക് അത് സുഖമല്ല, നമുക്കത് സുഖമാണ്. അപ്പൊ ഇത്തരത്തിലുള്ളതായ സുഖദുഃഖങ്ങളുടെ ഭേദം ശരീരബോധത്തിന്റെ ഭേദം കൊണ്ട് സംഭവിക്കുന്നതാണ്. ജീവൻ ഏത് ശരീരമായാലും അതിൻ്റെതായ ഒരു സുഖം അനുഭവിക്കുന്നുണ്ട് എന്നതാണ് ആത്യന്തികമായ പരമാർത്ഥം. ഇത് വേദവ്യാസൻ മഹാഭാരതത്തിൽ വളരെ മനോഹരമായ പ്രതീകങ്ങളിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നചികേതസ് ചോദിച്ചത് ഈ പ്രേത ലോകങ്ങളിലേക്ക് എത്താതിരിക്കാൻ വല്ല വഴിയുണ്ടോ എന്നാണ്. അപ്പോൾ അതിനുത്തരമായി യമദേവൻ പറഞ്ഞു കൊടുക്കുന്ന ജന്മാന്തര രഹസ്യങ്ങളെ കുറിച്ചുള്ള ഒരു സംവാദം വളരെ ചുരുക്കി പറയുകയാണ് പരാഗമനം. ഈ നചികേതസിന് ചോദിക്കാനുള്ള കാരണം എന്താ? നചികേതസ് എങ്ങനെയാണ് ഈ യമലോകത്തെത്തിയത്? അതാണ് ഇവിടെ ദാനത്തെ കുറിച്ച് പറയുന്ന മറ്റൊരു സാമൂഹികമായിരിക്കുന്ന ഒരാശയം. നചികേതസിന്റെ അച്ഛൻ ഉദ്ദാലകൻ, അദ്ദേഹത്തിന് വേറൊരു പേരുണ്ട്, വാജസ്രവസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനവധി അന്നദാനാദികൾ ചെയ്തിട്ടുള്ള ആളാണ് എന്നുള്ളത് കൊണ്ടാണ് വാജസ്രവസ് എന്നുള്ള പേര് കിട്ടിയത്. അപ്പൊ അദ്ദേഹം വിശ്വജിത്ത് എന്ന പേരുള്ളതായ ഒരു യജ്ഞം ആരംഭിച്ചു. ഈ യജ്ഞം ചെയ്യുന്ന സമയത്ത് അവിടെ വന്നവരായ ആളുകൾക്ക് അദ്ദേഹം ദാനം ചെയ്തു. ദാനം ചെയ്യുമ്പോൾ പടുവൃദ്ധയായിട്ടുള്ള, വാർദ്ധക്യം കൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത, പല്ല് കൊഴിഞ്ഞ ചില പശുക്കളെയൊക്കെ ദാനം ചെയ്യുന്നുണ്ട് നചികേതസ്. ഇത് കണ്ടപ്പോൾ നചികേതസിന് ഇത് ചെയ്യരുത് എന്ന് പറയാനുള്ള ധൈര്യം, അച്ഛനാണ്, അറിവുള്ള ആളാണ്, നിസ്സാരക്കാരനായ ആളല്ല. അപ്പൊ നചികേതസ് എന്ത് ചെയ്തു? അച്ഛനെ ഇതെങ്ങനെയും ബോധ്യപ്പെടുത്തണം. അതിനുവേണ്ടി നചികേതസ് അച്ഛൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, കസ്മൈ മാം ദാസ്യതി, എന്നെ ആർക്കാ കൊടുക്കണേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ യുദ്ധാലയം ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, നിന്നെ ഞാൻ യമന് കൊടുക്കുകയാണ്. കേട്ട വഴിക്ക് നചികേതസ് എന്നാ പിന്നെ ഞാൻ യമന്റെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു. പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ സങ്കടപ്പെട്ടു, ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ, വാക്ക് പറഞ്ഞാൽ അത് പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നചികേതസ് പോകുന്നത് യമലോകത്തേക്ക്. യമലോകത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ യമൻ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ നചികേതസ് അതിഥി മന്ദിരത്തിൽ കാത്തിരുന്നു. 3 ദിവസം ആ ബ്രാഹ്മണൻ യമന്റെ ലോകത്ത് കാത്തിരുന്നു. 3-ാം ദിവസമാണ് യമൻ വന്നത്. അപ്പോൾ യമന് വല്ലാത്ത വിഷമമായി. ഒരു ബ്രാഹ്മണൻ വന്നിട്ട് അദ്ദേഹത്തെ സ്വീകരിച്ചില്ലല്ലോ. അപ്പൊ അതിഥി പൂജ എന്ന് പറയുന്ന മഹത്തരമായിരിക്കുന്ന ധർമ്മത്തെ ഞാൻ ലംഘിച്ചു എന്ന കുറ്റബോധം കൊണ്ട് യമദേവൻ പറഞ്ഞു, ഇതിന് പ്രായശ്ചിത്തമായിട്ട് ഞാൻ അങ്ങേക്ക് വരം തരാം, എന്താ വേണ്ടതെന്ന് ചോദിച്ചോളൂ, 3 വരം തരാം. അപ്പൊ നചികേതസ് പറഞ്ഞു, ദാനം ചെയ്തത് കൊണ്ടുള്ള ദോഷം, അതായത് തെറ്റായ ദാനം ചെയ്തത് കൊണ്ടുള്ള ദോഷം എൻ്റെ അച്ഛനെ ബാധിക്കരുത്. ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ എൻ്റെ അച്ഛൻ എന്നോട് വിരോധം തോന്നില്ല. ഒരു വരം. പിന്നത്തെ വരം ജന്മാന്തര രഹസ്യം എന്താണെന്ന് പറഞ്ഞതാണ്. അഗ്നി എന്ന് പറയുന്ന വിദ്യ ഉപദേശിച്ചതാണ്. പിന്നെ പറഞ്ഞത് ബ്രഹ്മ ഉപദേശം തരണം, ബ്രഹ്മോപദേശം. അപ്പൊ ഇതിനൊക്കെ യമൻ ആദ്യം കുറെ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ബ്രഹ്മോപദേശത്തിന് യോഗ്യനാണോ ഇദ്ദേഹം എന്നൊക്കെ അറിയാൻ. വേറെ പലതും കൊടുക്കാമെന്ന് പറയും, അതൊന്നും വേണ്ടാന്ന് പറയും. അവസാനം ബ്രഹ്മോപദേശം കൊടുക്കുന്നു, അഗ്നി എന്ന് പറയുന്ന ഉപദേശം കൊടുക്കുന്നു എന്നാണ് പുരാണം പറയുന്നത്. എന്തായാലും അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു
ഘോരമായിരിക്കുന്ന പ്രവൃത്തി ചെയ്ത് അച്ഛന് ഓർമ്മയുണ്ടാവരുത്, എന്നെ വീണ്ടും സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം യവലോകത്ത് പോയിട്ട് തിരിച്ചു തരണം തന്നെയാണ്, അല്ലേ? അവ എല്ലാ അറിവുകളോടും കൂടി നചികേതസ് തിരിച്ചു വന്നു എന്നാണ് കഠോപനിഷത്തിലെ കഥ. പക്ഷെ ഇവിടെ ദാനം കൊടുക്കുമ്പോൾ ഉപയോഗശൂന്യമായവയല്ല ദാനം കൊടുക്കേണ്ടത് എന്ന വലിയൊരു പാഠം സാമൂഹികമായ ജീവിതത്തിലേക്ക് നമുക്ക് ചേർത്ത് വെക്കേണ്ട ഒരു ഉപദേശം ഇവിടെ പറഞ്ഞു തരാം. നമ്മൾ ഉപയോഗിച്ച് നമുക്ക് മതിയായതല്ല മറ്റുള്ളവർക്ക് സഹായത്തിനായിട്ട് കൊടുക്കേണ്ടത്. മാത്രമല്ല, ദാനം കൊടുക്കുന്ന വസ്തുക്കൾ അത് വാങ്ങുന്ന ആൾക്ക് ഉപയോഗപ്രദമായിരിക്കണം എന്നത് മറ്റൊരു കാര്യം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ദാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനി ഇതിനൊക്കെ പുറമെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ദാനം എന്ന് പറയുന്ന ആ ക്രിയ ഏതെങ്കിലും ഇല്ലാത്തവർക്ക് കൊടുക്കേണ്ട ഒന്നല്ല. അതുകൂടി മനസ്സിലാക്കുക. ചിലരൊക്കെ പറയും, ഈ യജ്ഞങ്ങളൊക്കെ ചെയ്യുമ്പോൾ, സപ്താഹ യജ്ഞമൊക്കെ ചെയ്യുമ്പോൾ, ഈ സപ്താഹ യജ്ഞ വേദികളിൽ പലപ്പോഴും ചില ആളുകൾക്കുള്ള പരാതിയാണ്. ചില കമ്മിറ്റിക്കാർ തന്നെ എന്നോട് പറയാറുണ്ട്, എൻ്റെ തിരുമേനി ഇവിടെ ആരും ഉണ്ടാവില്ല, ഉച്ചയ്ക്ക് കുറച്ച് വരും, ഊണ് കഴിഞ്ഞാൽ വരും കൂട്ടോ. ചില ഭാഷ വളരെ മോശമാണ്. ചില ആളുകൾ ഊണ് കഴിക്കാൻ വേണ്ടി മാത്രം വരും, എന്നിട്ട് പോയി. ഞാൻ പറഞ്ഞു, നിങ്ങളങ്ങനെ പറയരുത്. ലോകത്തിൽ ഇത്രയും മഹത്തരമായ സംസ്കൃതി വേറെ ഏതാണെന്ന് ഒന്ന് ആലോചിച്ചു. അവർ കഥ കേൾക്കുന്നുണ്ടോ, യജ്ഞത്തിൽ പങ്കെടുക്കുന്നുണ്ടോ, അതൊക്കെ വേറെ കാര്യമാണ്. പക്ഷെ ഒരു സപ്താഹം നടക്കുമ്പോൾ, ഒരു യജ്ഞം നടക്കുമ്പോൾ ആ യജ്ഞശാലയിൽ അല്പനേരമെങ്കിലും വന്നിരുന്നു ഒരുമിച്ചിരുന്ന് ആ ഈശ്വരന്റെ നിവേദ്യം കഴിക്കുക, ഭക്ഷണം കഴിക്കുക. ഒരുമിച്ചിരുന്ന് ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വ്യക്തിബോധങ്ങൾ അസ്തമിക്കുന്നു, ജാതിബോധങ്ങൾ അസ്തമിക്കുന്നു, വർഗബോധങ്ങൾ അസ്തമിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരേ അഗ്നിയിൽ ഒരേ പാത്രങ്ങളിൽ വേവിച്ച ഭക്ഷണം ദേശത്തിലെ വിവിധ ജീവിത സംസ്കാരങ്ങളിലുള്ള ആളുകൾ ആ ഈശ്വരന്റെ അരികത്ത് വന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഈ ഒരു സംസ്കൃതി ലോകത്തെ എവിടെയുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. അന്നദാനം എന്ന് പറയുന്നത് എത്രയോ മഹത്തരമായൊരു കാര്യമാണ്. യജ്ഞത്തിന്റെ വളരെ പ്രധാനപ്പെട്ടതായ ഒരു ക്രിയ തന്നെയാണ്. അതിലൊരു സന്ദേഹമില്ല. ഒരു പൂജ തന്നെയാണ് അന്നം കൊടുക്കുക. ഇന്നിപ്പോ എത്ര ക്ഷേത്രങ്ങളിൽ, അല്ലേ? ഗുരുവായൂരായാലും മൂകാംബികയിലായാലും ധർമ്മസ്ഥലായാലും എവിടെയൊക്കെ പോയാലും അവിടെയൊക്കെ അന്നദാനം വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ്. വരുന്ന ഭക്തർക്ക് യാതൊരു തരത്തിലുള്ള ഭേദചിന്തയും ഇല്ലാതെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പു പറയും, ഈ ഒരു സംസ്കൃതി എത്രത്തോളം നമ്മൾ പ്രോത്സാഹിക്കുന്ന അത്രത്തോളം ഹിന്ദുധർമ്മം ഐക്യബോധത്തോടു കൂടിയുള്ളതായി. കാരണം നമ്മൾ അവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ ആ സ്ഥാനത്ത് നമ്മൾ വീട്ടിലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താ കഥ? അച്ഛനൊരു ചമ്മന്തി, അമ്മയ്ക്ക് വേറെ കൂട്ടാൻ, ചേച്ചിക്ക് വേറെ, അല്ലേ? വന്ന് കഴിക്കുന്നതോ വ്യത്യസ്ത സമയങ്ങളിൽ. അച്ഛൻ കഴിച്ച് എഴുന്നേറ്റ് പോയാലേ മോൻ വരും, അല്ലേ? മോൻ കഴിച്ച് എഴുന്നേറ്റ് പോണതിന് മുമ്പ് ചേച്ചി പാത്രത്തിലെടുത്ത് അടുക്കളയുടെ മൂലയിൽ പോയി ഇരുന്നിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ളതായ ആ യാതൊരു തരത്തിലുള്ള വൈവിധ്യങ്ങളുമില്ലാതെ വേർതിരിവുകളുമില്ലാതെ ഭഗവാന്റെ പ്രസാദം എന്ന ഭാവത്തിൽ വന്ന് ഭക്ഷണം കഴിക്കുക, അതിനെ ഇകഴ്ത്താൻ ശ്രമിച്ചുകൊണ്ട് അനവധി ആളുകൾ ഇത്തരത്തിലുള്ളതായ വാക്കുകൾ പറയാറുണ്ട്. ഞാൻ പറയും, സപ്താഹം നടത്തുന്നുണ്ടോ, അന്നദാനം വേണം, നിർബന്ധമാണ്. ആളുകൾ പ്രഭാഷണം കേൾക്കാതിരിക്കുക, അതെന്തെങ്കിലും ആവട്ടെ, പക്ഷെ ഭക്ഷണം ഒരുമിച്ചിരുന്ന് ഭഗവാന്റെ നിവേദ്യം കഴിക്കുക എന്ന ആ മഹത്തരമായ സംസ്കൃതി വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മൾ പിന്തുടരേണ്ടതുണ്ട്. പിന്നെ അതിൽ വരുന്നതായ ചില കീഴ്വഴക്കങ്ങൾ, ചില നിയമങ്ങൾ, അതൊക്കെ നമ്മുടെ നല്ല മനസ്സുകൊണ്ട് സ്വയം ഉണ്ടാവേണ്ടതാണ്. അന്നദാനം കഴിക്കാൻ വരുന്നവരെ വരി നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്ന ചില ദിക്കുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സത്യത്തിൽ അവിടെ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കൊരു ഒരു മര്യാദയുണ്ട്. എന്താ മര്യാദ? അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അന്നദാന ക്രമം പറയുന്നുണ്ട്. ആദ്യം വയസ്സായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം, കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം, കുട്ടികളെ എടുത്ത് അമ്മമാർക്ക് കൊടുക്കണം, ഗർഭിണികളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം, രോഗാതുരായി വരുന്നതായ ആളുകൾ
നടക്കാനോ മറ്റോ പറ്റാതെ അശരണരായി അലഞ്ഞു തിരിയുന്നവരായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം. ഇവരെയൊക്കെ കൃത്യമായി അങ്ങനെ ഭക്ഷണം കൊടുത്തതിന് ശേഷം വേണം ബാക്കി യൗവനയുക്തരായ ആരോഗ്യ ദൃഢഗാത്രരായ ആളുകൾ ഭക്ഷണം കഴിക്കാൻ. ഇതൊരു സാമാന്യമായിരിക്കുന്ന മര്യാദയാണ്, സാമൂഹികമായ ഒരു മര്യാദയാണ്. അതിന് നിയമമായിട്ടൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഇത് തന്നെത്താൻ ഉണ്ടാവണം. എങ്ങനെ? ആ ഈശ്വരനോടുള്ള ഭക്തി വേണ്ടതുപോലെയാണെങ്കിൽ ഇത് തന്നെത്താൻ ഉണ്ടാവും. ആരും പറയേണ്ട കാര്യമില്ല, ആരും ഉപദേശിക്കേണ്ട കാര്യമില്ല, അല്ലേ? അപ്പോൾ ഈ അന്നദാനത്തെ കുറിച്ച് പറയുകയാണ് അന്നം കൊടുക്കേണ്ടത് വിശക്കുന്നവർക്കല്ലേ, അല്ലേ? പിന്നത്തെ ചോദ്യമാണ്, അന്നം കൊടുക്കേണ്ടത് വിശക്കുന്നവർക്കല്ലേ? അല്ലാതെ ഈ യജ്ഞശാലയിലും അമ്പലത്തിലും വരുന്ന വലിയ സ്വർണ്ണമാലയൊക്കെ ഇട്ട് വലിയ വാച്ചും കെട്ടി വലിയ പണക്കാരായ ആളുകളൊക്കെ വന്ന് അന്നദാനപ്പുരയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു പ്രഹസനമായി മാറുന്നു എന്നൊക്കെ ചിലർ വിമർശിക്കുന്നത് കാണാറുണ്ട്. അവർ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ദരിദ്രനും സമ്പന്നനും വിശപ്പ് വേറെ വേറെയാണോ? ആണോ? അല്ല. വിശപ്പ് എന്ന് പറയും, വിശക്കുന്നവൻ ആരായാലും ശരി, അവന് ആവശ്യം അവിടെ ഭക്ഷണമാണ്. വിശക്കുന്നവന്റെ മുമ്പിൽ സ്വർണ്ണ നാണയങ്ങൾ ചൊരിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഉണ്ടോ? ഇല്ല. ഈ ലോകം മുഴുവൻ നിലനിൽക്കുന്നത് ഈ പറയുന്ന അന്നം എന്നതായ സങ്കല്പത്തിൽ തന്നെയാണ്. ആ അന്നമാവട്ടെ ഈശ്വരീയമായ ഭാവത്തോടുകൂടി കഴിക്കാൻ വരുന്നുണ്ട്. അവരവരുടെ കൊട്ടാരം പോലെയുള്ള വീടുകളിലെ പാചകപ്പുരയിൽ ഇഷ്ടം പോലെ വിഭവസമൃദ്ധമായിരിക്കുന്ന ഭക്ഷണം ഉണ്ടാക്കാൻ കഴിവുണ്ടായിട്ടും അതൊക്കെ ഉപേക്ഷിച്ച് ഭഗവാന്റെ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചു വരുമ്പോൾ അവരെ ഇകഴ്ത്തുക എന്ന് പറയുന്ന രീതി ഒരിക്കലും നല്ലതല്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഇതിനെയൊക്കെ വിമർശിക്കുന്നവര് ഇതിന്റെ ശരിയായിരിക്കുന്ന തത്വങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് വിമർശിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മാത്രമല്ല, അന്നദാനം എന്ന് പറഞ്ഞാൽ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന പ്രക്രിയയല്ല, ദരിദ്രർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന പ്രക്രിയയല്ല. ഭഗവാന്റെ പ്രസാദം അവിടെ എത്തുന്ന എല്ലാവർക്കും വിശപ്പകറ്റാൻ വേണ്ടിയുള്ള അനുഗ്രഹമായി കൊടുക്കുന്ന വളരെ വിശേഷപ്പെട്ട ഒരു ക്രിയാപദ്ധതിയാണ് അന്നദാനം. അല്ലാതെ ദരിദ്രന്മാരെ വിളിച്ച് മാത്രം ഭക്ഷണം കൊടുക്കുക, ബാക്കിയുള്ളവരൊക്കെ നോക്കി നിൽക്കുക, അതല്ല. ഭഗവാന്റെ മുമ്പിൽ ദരിദ്രനും സമ്പന്നനും എല്ലാം തുല്യരാണ്. ഈ ഭാവത്തോടു കൂടി ഇത്തരത്തിലുള്ളതായ ക്രിയകളെ കാണണം. ഇനി ഇതൊന്നുമല്ലാതെ മറ്റു രീതിയിലും അന്നദാനം, അവിടെ വരുന്ന എല്ലാവർക്കുമല്ല അന്നദാനം. ചില ക്ഷേത്രങ്ങളിൽ ഒത്തൂട്ട് നടക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. അവിടെ വേദം ജപിക്കാൻ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക, അത് അന്നദാനമായിട്ട്, അതൊരു ക്രിയയായിട്ട് ചെയ്യും. അത് ഈ പറഞ്ഞ മാതിരി വരുന്ന എല്ലാ ഭക്തന്മാർക്കും പ്രസാദം കൊടുക്കുക എന്ന സങ്കല്പമല്ല, അത് ദാനക്രിയയാണ്. അവിടെ ക്രിയാംഗങ്ങളുണ്ട്, ഒരു പൂജയാണ്. ആ പൂജയില് അവരെ വേദത്തിന്റെ സ്വരൂപങ്ങളായി ഈശ്വര സങ്കല്പങ്ങളായി കണ്ട് ദാനം എന്ന ക്രിയ പൂർത്തിയാക്കുകയാണ്. അതിന് ഓരോ ഘട്ടങ്ങളാണ്. അപ്പൊ ദാനം എന്ന് പറഞ്ഞ ക്രിയാംഗമാണ്. എല്ലാ ക്രിയകളിലും ദാനം വേണം. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദി ദിന ചടങ്ങുകളും അല്ലെങ്കിൽ ഉത്സവാഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ അതിലെ വിശേഷ ക്രിയകളിലൊക്കെ ഈ ദാനസങ്കല്പം ചെയ്യുന്നുണ്ട്. ചിലത് നേരിട്ട് ചെയ്യും, ചിലത് വിളക്ക് വെച്ച് ആ വിളക്കിന് സങ്കല്പമായിട്ട് പീഠം വെച്ച് അതിൽ ദാനം ചെയ്യും. ദാനക്രിയ എല്ലായിടത്തും, എല്ലാ ക്രിയകളുടെയും ഭാഗമായ ഒന്നാണ് ദാനക്രിയ. അപ്പോൾ ഇവിടെ ദാനം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് ചിന്തിക്കുന്നത് പോലെ ഒരു ദുരന്തം നടന്നു കഴിഞ്ഞാൽ അവിടേക്ക് പോയിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുകൊടുക്കുക, എന്നിട്ട് അവസാനം അത് ഉപയോഗിക്കാനും ആരും ഇല്ലാതാവും. ഒന്നുമില്ലാതായി അത് എങ്ങടെയെങ്കിലുമൊക്കെ ആരുടെയെങ്കിലുമൊക്കെ വീടുകളിലേക്കോ കൊട്ടാരങ്ങളിലേക്കോ പോകുന്ന പോലെയുള്ളതായ ഒരു പ്രക്രിയയല്ല ദാന പ്രക്രിയ. പുരാണങ്ങളിൽ പറയുന്ന ദാനം അത് പൂജ പോലെ തന്നെ ഒരു ക്രിയയാണ്. അതുകൂടാതെ കൃച്ഛ്രം എന്ന് പറയുന്ന വളരെ വിശേഷപ്പെട്ടതായ ദാനം, പുണ്യം, അതിനെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഈ ദാന പ്രക്രിയയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. സമൂഹത്തിൽ അന്നദാനമായി വീട് വെച്ച് കൊടുത്തും കുളം നിർമ്മിച്ചും വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചും വഴി നന്നാക്കിയും ക്ഷേത്രങ്ങൾ നന്നാക്കിയും ദരിദ്രരായ ആളുകൾക്ക് അവർക്ക് വേണ്ടതായ താമസിക്കാനുള്ള ഇടങ്ങൾ ഒരുക്കിയും വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കിയും യാത്രക്കാർക്ക് സംഭാരമുതലായിരിക്കുന്ന ദാഹമകറ്റാനുള്ളതായ പാനീയങ്ങൾ കൊടുത്തും ഭക്ഷണം കൊടുത്തും ഒക്കെ ചെയ്യുന്നതായ മഹത് കർത്തവ്യങ്ങളെ കുറിച്ച് വളരെ വിശദമായി പുരാണങ്ങൾ ഉദ്ഘോഷിച്ചിട്ടുണ്ട്. ഇപ്പൊ നചികേതോപാഖ്യാനത്തിൽ പറഞ്ഞ ഈ കാര്യം, ദാനം കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഉപയോഗമുള്ളതെന്നും, അത് ഈ ദാനമല്ല, നമ്മൾ ഈ പറഞ്ഞ കൃച്ഛ്രം ചെയ്യുന്നു, അത് അവർക്ക് ഉപകാരപ്രദമാണ്.
അല്ലാതെ എൻ്റെ കയ്യിൽ 10 ഉണ്ട് അപ്പോൾ ഒരു 5 കൊടുക്കാം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മുടെ കയ്യിൽ ഉണ്ടോ ഇല്ലയോ എന്നതല്ല, നമുക്ക് അവർക്ക് എന്ത് കൊടുക്കാൻ സാധിക്കും, അത് നമ്മൾ കൊടുക്കുന്നത് സ്നേഹഭാവത്തോടു കൂടിയാവണം. മാത്രമല്ല അവനില്ലാത്തവനല്ലേ എന്ന ഉച്ചഭാവത്തോടു കൂടിയാവരുത്, കരുണഭാവത്തോടു കൂടിയാവരുത്. പകരം എനിക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നുവല്ലോ എന്ന സന്തോഷത്തോടു കൂടി കൊടുക്കാൻ. സഹതാപത്തിലൂടെയല്ല കൃച്ഛ്രം എന്ന പ്രവൃത്തി ചെയ്യേണ്ടത്. മറ്റുള്ളവരോട് നമുക്ക് തോന്നുന്ന സഹതാപം കൊണ്ട് അവർക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നതല്ല. അത്തരത്തിലുള്ള ആളുകൾക്ക് ഇന്ന കാര്യങ്ങൾ ആവശ്യമുണ്ട്, ആ ആവശ്യമുള്ളത് എനിക്ക് കൊടുക്കാൻ സാധിക്കുന്നുവല്ലോ, അതിനെനിക്ക് അവസരം തരുന്നുവല്ലോ എന്ന സന്തോഷത്തോടുകൂടി ഈശ്വരാധീനത്തിലുള്ളതായ ആനന്ദത്തോടുകൂടി കൊടുക്കാൻ നമുക്ക് സാധിക്കാം. ഇങ്ങനെയുള്ള ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്നത് തന്നെയാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. കൊടുത്താലേ എടുക്കാൻ സാധിക്കും എന്ന് വെച്ചാൽ കൊടുത്തവനിൽ നിന്ന് എടുക്കുക എന്നല്ല പറയുന്നത്, അത് വ്യവസായമാവും. നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത്, നമുക്ക് ആർജിക്കാൻ സാധിക്കാത്തത് മറ്റാരെങ്കിലും നമുക്ക് നൽകും. അത് പ്രകൃതിയാവാം, ഈശ്വരനാവാം, കാലമാവാം, പൂർവജന്മ സുഹൃതമാവാം, ഗുരുക്കന്മാരുടെ അനുഗ്രഹമാവാം. അപ്പൊ ഇത്തരത്തിൽ വളരെ വിശാലമായിരിക്കുന്ന തത്വങ്ങൾ പറയുന്ന വരാഹപുരാണം ഈ പറഞ്ഞ തീർത്ഥമാഹാത്മ്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. നമ്മൾ ആദ്യം തുടങ്ങിയത് ഗയാമാഹാത്മ്യം എന്ന മാർക്കണ്ഡേയ പുരാണത്തിലെ കഥ പറഞ്ഞുകൊണ്ടാണ്. ആ മാർക്കണ്ഡേയ പുരാണത്തിൽ വളരെ വിശേഷപ്പെട്ടതായ ഒരു ചരിതം, ദത്താത്രേയന്റെ കഥ ഞാൻ പറഞ്ഞു. കാർത്തവീര്യാർജുനന്റെ ഗുരുവായിരുന്നു ദത്താത്രേയൻ എന്ന കഥ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അവിടെ വളരെ വിശേഷമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു, ദാനം ചെയ്യുമ്പോൾ സ്വർണം ദാനം ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. യതീനം കാഞ്ചനം ദത്വാ, അല്ലേ? സന്യാസിമാർക്ക് സ്വർണം കൊടുത്താൽ കൊടുക്കുന്നവനും വാങ്ങുന്നവനും പാപം കിട്ടുമെന്ന് പറഞ്ഞു. ഈ സ്വർണത്തെക്കുറിച്ചും നമുക്ക് പല തെറ്റിദ്ധാരണകളുണ്ട്. ഭാഗവതാദി പുരാണങ്ങളൊക്കെ പറയുമ്പോൾ കലികാലത്തിൽ കലി വസിക്കുന്നത് സ്വർണത്തിലാണ് എന്നാണ് പറയുന്നത്. കലിക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ കൊടുത്തു പരീക്ഷിത് രാജാവ്. കലിയെ നിഗ്രഹിക്കാൻ തുടങ്ങിയപ്പോൾ കലി പറഞ്ഞതാണ്, ഞാൻ എവിടെയെങ്കിലും ഇരിക്കണ്ടേ ചോദിച്ചപ്പോൾ കലികാലത്ത് നിനക്ക് ഇരിക്കാൻ ഞാൻ സ്ഥലങ്ങൾ തരാം എന്ന് പറഞ്ഞിട്ട് കൊടുത്തത് മദ്യം, ചൂതുകളി, നായാട്ട്, ഹിംസാസ്ഥാനം, 4 സ്ഥാനങ്ങളാണ് ആദ്യം കൊടുത്തത്. കലിക്ക് ഇരിക്കാനുള്ള ഇടങ്ങൾ, ഒന്ന് മദ്യം, പിന്നെ ചൂതുകളി, പിന്നെ നായാട്ട്, പിന്നെ ഹിംസാസ്ഥാനം. അപ്പൊ കലി അത് പോരാന്ന് പറഞ്ഞു. അപ്പൊ ജാതരൂപമതാ, 5ാമത് ഒരിടം കൂടി കൊടുത്തു. അത് ജാതരൂപം, സ്വർണം. അതോടുകൂടി എല്ലാവർക്കും ഇരിക്കാൻ നയിക്കുന്നതാണ്. പക്ഷെ ഈ പറഞ്ഞതില് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. കലി ഇരിക്കുന്ന ഇടങ്ങൾ എന്ന് പറയുമ്പോൾ മദ്യം എന്ന് പറയുന്നത് മതിപ്പിക്കുന്നത് എന്തും മദ്യമാണ്. ഇന്ദ്രിയങ്ങളെ മതിപ്പിക്കുന്നത്, മനുഷ്യനെ മനുഷ്യബോധത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് നയിക്കുന്നത് എന്തും മദ്യം തന്നെയാണ്. ചൂതുകളി എന്ന് പറയുന്നത് ചൂതുകളി മാത്രമല്ല, ചീട്ടുകളി ആയാലും, ഇനിയിപ്പോൾ ക്രിക്കറ്റ് ആയാലും, ഫുട്ബോൾ ആയാലും, ക്യാരം ബോർഡ് ആയാലും, ഇതൊക്കെ സമ്പത്ത് വ്യവഹരിച്ചുകൊണ്ട് വാത് വെച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെയൊക്കെ കലിയുണ്ട് എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം, സമ്പത്ത് വ്യവഹരിച്ച് വാത് വെച്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കലഹങ്ങൾ ഉണ്ടാകുന്നു. വാതുവെപ്പിന്റെ പേരിൽ കളിയിൽ നിന്ന് പുറത്തായ ആളുകൾ വരെയുണ്ട്. കളിക്കുന്നവരും വാതുവെക്കും, കളി കാണുന്നവരും വാതുവെക്കും. അപ്പൊ ഇതൊക്കെ കലിയുടെ സ്വഭാവമാണ് എന്നാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞത് നായാട്ട്. നായാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന് ഏതെങ്കിലും തരത്തിൽ കാട്ടുമൃഗങ്ങളിൽ നിന്ന് അവരുടെ കൃഷിസ്ഥലം നശിപ്പിക്കുക, നഗരങ്ങളിലേക്ക് കാട്ടുമൃഗങ്ങൾ ഇറങ്ങി വരിക എന്നൊക്കെ വരുമ്പോൾ കാടിന്റെ മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയിൽ താളഭംഗം വരിക. അപ്പൊ അവരെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് പണ്ട് രാജാക്കന്മാര് നായാട്ടിന് പോയിരുന്നത്. പക്ഷെ ആ നായാട്ട് പിന്നീട് എന്തായി? വിനോദമായി പരിണമിച്ചു. വിനോദമാകുമ്പോൾ അതെന്തായി? നേരത്തെ പറഞ്ഞ മത്സരം അവിടെയും വന്നു. ഒരു രാജാവും മാത്രമല്ല, അപ്പുറത്തെ രാജ്യത്തെ രാജാവും കാട്ടിലേക്ക് ഇറങ്ങി, ഇപ്പുറത്തെ രാജാവും കാട്ടിലേക്ക് ഇറങ്ങി. ഇവർ തമ്മിലുള്ളതായ മത്സരമായി എത്ര മൃഗങ്ങളെ കൊന്നു.
എത്ര സമയം കൊണ്ട് എത്ര ഹിംസ ചെയ്തു എന്നത് കണക്കെടുക്കുന്നതായ രീതിയിലേക്ക് അത് മാറുമ്പോൾ അത് കലി തന്നെയാണ്. ഹിംസാസ്ഥാനം, നേരത്തെ പറഞ്ഞ മാംസവ്യാപാരാദികൾ ആകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലം. അപ്പൊ ഒരു ജീവിയെ ഹിംസിക്കുന്ന ഇടം, അവിടെ കലിയുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഒരു ജീവൻ ഇല്ലാതാകുന്ന അവസ്ഥ, നമ്മളെപ്പോലെ ജീവിക്കാൻ അവകാശമുള്ള ഒരു മൃഗം തുള്ളിച്ചാടി നടന്നിരുന്ന ഒരു മൃഗത്തെ പിടിച്ച് നമുക്ക് ആഹാരത്തിന് വേണ്ടി അതിനെ കൊന്നു തിന്നുമ്പോൾ ആ കൊന്നു തിന്നൽ അത് തീർച്ചയായും കലിയുടെ സ്ഥാനം തന്നെയാണ്. സ്വർണം കൊടുത്തപ്പോൾ ഈ സ്വർണം എന്ന് പറയുന്നത് ആഭരണമായിരിക്കുമ്പോൾ അത് സാക്ഷാൽ ശ്രീ മഹാലക്ഷ്മിയാണ്. സ്വർണം സമ്പത്തിന് പകരം വ്യവഹരിക്കപ്പെടുമ്പോൾ അത് കലിയായി മാറുന്നു എന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കഥ കൂടി സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് നിർത്താം. ഞാൻ പറഞ്ഞു, ദത്താത്രേയൻ കാർത്തവീര്യാർജുനന്റെ പുരോഹിതനാണ്. ആരാണ് ഈ ദത്താത്രേയൻ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ കഥ തുടങ്ങുന്നത് ലീലാവതി എന്ന് പേരുള്ളതായ ഒരു സ്ത്രീയുടെ കഥ പറഞ്ഞുകൊണ്ടാണ്. ഈ ലീലാവതിയുടെ ഭർത്താവ് തോന്നിയതുപോലെ ജീവിച്ച ഒരാൾ, മദ്യം, ചൂതുകൾ, ഈ പറഞ്ഞ കലിയുടെ വ്യവഹാരങ്ങളായ എല്ലാം ചെയ്ത് ജീവിച്ച ഒരാൾ. അയാൾക്ക് കുഷ്ഠരോഗം പിടിപെട്ടു. പക്ഷെ ലീലാവതി അയാൾ ഉപേക്ഷിച്ചില്ല. അയാൾ എത്ര ദുർഗമടപ്പുകാരനായാലും എന്തെങ്കിലും നേരെയാവും എന്ന് വിചാരിച്ച് ഈ രാവണന്റെ അടുത്ത് മണ്ഡപത്തിൽ ഇരുന്ന പോലെ ശുശ്രൂഷിച്ച് വർദ്ധിച്ചു. അയാൾ നേരെയായില്ല. കുഷ്ഠരോഗം വന്നിട്ട് പോലും അയാൾ നേരെയായി. വൈദ്യന്റെ അടുത്ത് പോയി തിരിച്ചു വരുന്ന സമയത്ത് പട്ടണത്തിന് ഒരു വശത്ത് അഭിസാരികരുടെ ഇടമുണ്ട്. വഴിയിലൂടെ പോകുന്ന രാജകിങ്കരന്മാരെയും മന്ത്രിമാരെയും ഒക്കെ വശീകരിച്ച് അവരുടെ കയ്യിലുള്ളതായ സമ്പത്തൊക്കെ എടുത്ത് അവരെ സന്തോഷിപ്പിച്ച് വിടുന്ന ആ ജീവിതം നയിക്കുന്നവരായിരിക്കുന്ന ആ സ്ത്രീകൾ. അതിലൊരു സ്ത്രീയെ കണ്ടപ്പോൾ ഈ കുഷ്ഠരോഗിയായി ഇയാൾക്ക് അവളുടെ അരികത്ത് പോകണം എന്നൊരാഗ്രഹം. അത് ഭാര്യയോട് പറയുന്നു. തന്നെത്താൻ എനിക്ക് നടക്കാൻ പോലും വയ്യാത്ത ആളാണ്. ലീലാവതി എന്ത് ചെയ്തു? ഒരു കുട്ടയിൽ ഈ ഭർത്താവിനെ കയറ്റി വെച്ച് ആ കുട്ട തലയിലും വെച്ച് നടക്കാൻ തുടങ്ങി. ഈ പറഞ്ഞ സ്ത്രീകൾ ഒത്തു താമസിക്കുന്ന സ്ഥലത്തേക്ക് അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ശ്മശാന ഭൂമി പിന്നിടുകയാണ്. ഈ ശ്മശാന ഭൂമി പിന്നിടുന്ന സമയത്ത് ലീലാവതി ഇങ്ങനെ ദൂരേക്ക് പോകുമ്പോൾ കുറുനരികളുടെ ഓരിയിടലുകൾ, കഴുകന്റെ ചിറകടികളൊക്കെ കേൾക്കാം. പൊടി കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നു. പോകുന്ന സമയത്ത് ഈ ഭർത്താവിന്റെ തലയിൽ എഴുതിയിട്ടുണ്ട്. പെട്ടെന്ന് എന്തോ ലീലാവതിയുടെ ഈ ചേല എന്തുമയോ കുടുങ്ങി. അപ്പൊ ലീലാവതി ആ ചേല പിടിച്ച് വലിച്ചപ്പോൾ ഉഗ്രമായൊരു കരച്ചിലാണ്. ആരാണ് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ഞാൻ വേദന സഹിച്ച് കിടക്കുകയാണ് എന്നാണ് അർത്ഥം. ലീലാവതി നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു കുന്തത്തിൽ ഒരാളിങ്ങനെ കോർത്തിങ്ങനെ മലർന്ന് കിടക്കുക. ജടയൊക്കെ ഉണ്ട്, ജടാമുകളും താടിയൊക്കെ ഉണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഒരു സന്യാസിയെ പോയി. അത് വേറെ ആരുമായിരുന്നില്ല, അണിമണ്ഡവൻ എന്ന് പറയും പേരുള്ള മഹർഷിയായി. ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്രമത്തിൽ ഇങ്ങനെ ധ്യാനിച്ച് ഒരു ദിവസം മൗനമുദ്രിതനായിരിക്കുന്ന സമയത്ത് കുറച്ച് കള്ളന്മാരെ ആശ്രമത്തിലേക്ക് കയറി. ഈ കള്ളന്മാരെ പിടിക്കാൻ രാജകിങ്കരന്മാര് പിന്നാലെ വന്നു. ഈ കള്ളന്മാരെന്ത് ചെയ്തു? അവരുടെ കയ്യിലുള്ളതായ തൊണ്ടി മുതലൊക്കെ ഈ ആശ്രമത്തിൽ പലയിടങ്ങളിൽ കുഴിച്ചിട്ടിട്ട് ഓടാൻ നോക്കി. അപ്പോഴേക്ക് കിങ്കരന്മാര് വളഞ്ഞ് കള്ളന്മാരെയൊക്കെ പിടിച്ച് തൊണ്ടി മുതൽ പിടിച്ചു. കള്ളന്മാരെ പിടിച്ചു കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ഇങ്ങനെ കൈ ഉയർത്തി ധ്യാനിച്ചു നിൽക്കുന്നവനായിരിക്കും ഈ മാണ്ഡവ്യനെ പിടിച്ചു. മാണ്ഡവ്യനൊന്നും വേണ്ടിയില്ല. രാജകിങ്കരന്മാര് കള്ളന്മാരെയൊക്കെ രാജാവിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി, ഈ തൊണ്ടി മുതൽ മുമ്പിൽ നിർത്തിയപ്പോ പിന്നെ രാജാവ് വിചാരണയ്ക്കൊന്നും നിന്നില്ല. എല്ലാവരും കുന്തത്തിന് കൊടുത്തതാണ്. സാക്കാല കള്ളന്മാരെ കുന്തത്തിന് കൊടുത്തിട്ടു. ഒപ്പം ഈ മാണ്ഡവ്യ മഹർഷിയും കുന്തത്തിന് കൊടുത്തു. കുന്തത്തിൽ ഇങ്ങനെ കോർക്കപ്പെട്ട് കിടക്കുകയാണ് മാണ്ഡവ്യ മഹർഷി. അങ്ങനെ കിടന്നുകൊണ്ടിരിക്കുമ്പോൾ ആണ് ഈ ലീലാവതി ആ വഴിക്ക് വന്നത്. 2-3 ദിവസം കഴിഞ്ഞ് കള്ളന്മാരൊക്കെ മരിച്ചുപോയി. മാണ്ഡവ്യം മരിക്കുന്നില്ല, യോഗീശ്വരനാണ്. അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്താ എൻ്റെ പ്രാണൻ വിട്ടു പോവാത്തത്?
ഇത്രയധികം യാതന അനുഭവിക്കാൻ ഞാൻ എന്താ ചെയ്തത് എന്നൊക്കെ അദ്ദേഹം വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ കിടക്കുന്ന സമയത്താണ് താൻ ലീലാവതിയുടെ വസ്ത്രം കുടുങ്ങിയതും അത് വലിച്ചപ്പോൾ ഈ കുന്തത്തിൽ കിടക്കുന്ന സമയത്ത് കുന്തമാടി ആ വേദന ഇരട്ടിയായി. ആ വേദനയിൽ ഈ അണിമാണ്ടവൻ ശമിച്ചു. നീ ആരാരും ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാനിങ്ങനെ എൻ്റെ ഭർത്താവിനെ കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ അഭിസാരികൾ താമസിക്കുന്ന സ്ഥലത്ത് അവിടെ ഒരു സ്ത്രീയെ കണ്ട് എൻ്റെ ഭർത്താവിന് മോഹം തോന്നിയപ്പോൾ കാണിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുപോകുന്നു. ഇത് കേട്ടപ്പോൾ ഈ അണിമാണ്ടവിൻ്റെ ദേഷ്യം അറ്റി. നീ എന്തൊരു ദുർവൃത്തയാണ്! നിന്റെ ഭർത്താവോ അവനൊരു വിഷയസുഖങ്ങളിൽ ലോലുപമായിരിക്കുന്ന ഒരു ഹീന മനസ്സിന്റെ ഉടമയാണ് നിന്റെ ഭർത്താവ്. അങ്ങനെ രോഗം ബാധിച്ച ആ ഭർത്താവിനെ തലയിലേക്ക് നീ പിന്നെയും ആ ഭർത്താവിന്റെ വിഷയസുഖങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നീ എന്തൊരു ദുർവൃത്തയാണ്! ഭർത്താക്കന്മാരെ നേർവഴിക്ക് നടത്തേണ്ടവരല്ലേ സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞ അണിമാണ്ടവ്യൻ ഉഗ്രമായി ശാപം കൊടുത്തു. നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ നിന്റെ ഭർത്താവ് മരിക്കും, നാളെ സൂര്യൻ ഉദിച്ചാൽ നിന്റെ ഭർത്താവ് മരിക്കും എന്നൊരു ശാപം കൊടുത്തു. ശാപം കിട്ടിക്കഴിഞ്ഞപ്പോൾ ലീലാവതിക്ക് ദേഷ്യം കൊണ്ടു. ലീലാവതി വിചാരിച്ചു, ഈ യോഗീശ്വരനെ ഞാൻ എന്തായാലും ശമിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഇത്രയും കാലം ചെയ്തതായ എൻ്റെ പാദകൃത്യത്തിന് എന്തെങ്കിലും മഹത്വമുണ്ടെങ്കിൽ നാളെ പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കാതാവട്ടെ. സൂര്യൻ ഉദിച്ചില്ല, ഭർത്താവും മരിച്ചില്ല. സൂര്യൻ ഉദിക്കാതായപ്പോൾ ദേവന്മാരൊക്കെ പരിഭ്രമിച്ചു. ഇനിയിപ്പോൾ എന്തെങ്കിലും നീ ഇതുമായി ബന്ധപ്പെട്ട് കഥ മുന്നോട്ട് പോയാൽ ചിലപ്പോൾ രാമായണത്തിലേക്ക് എനിക്ക് പോണ്ടി വരും, ഗൗതമാശ്രമത്തിലേക്ക് എനിക്ക് പോണ്ടി വരും, സുഗ്രീവനെയും ബാലിയെയും പറയേണ്ടി വരും, അവര് ജനിച്ച വൃത്താന്തം പറയേണ്ടി വരും. അപ്പൊ പിന്നെ ചിലപ്പോൾ രാമായണം മുഴുവൻ പറഞ്ഞ് നമ്മൾ ഇന്ന് മുഴുവൻ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അപ്പൊ അവിടേക്ക് പോകുന്നില്ല. എന്തായാലും ദേവന്മാരൊക്കെ ആകെ വിഷമിച്ച് സൂര്യൻ ഉദിക്കാതായ ശരിയാവില്ലല്ലോ, എങ്ങനെയെങ്കിലും ഈ ലീലാവതിയുടെ കോപം അടക്കണം. ലീലാവതി പറയാതെ ഇനി സൂര്യൻ ഉദിക്കുകയില്ല. അണിമാണ്ഡവ്യനെയും ശാന്തനാക്കണം. എന്താ വഴി? എല്ലാവരും കൂടി ആലോചിച്ചു. അണിമാണ്ഡവ്യന്റെ അടുത്തേക്ക് എന്തായാലും ധർമ്മദേവനെ വിട്ടു. ധർമ്മദേവൻ അണിമാണ്ഡവ്യന്റെ അടുത്ത് എന്ന് ചോദിച്ചു, എന്താണ് ഹേ യോഗീശ്വര ഞാൻ അങ്ങേക്ക് വേണ്ടി ചെയ്യേണ്ടത്? അപ്പൊ ധർമ്മദേവനോട് ഈ അണിമാണ്ഡവ്യൻ ചോദിച്ചാൽ, നിങ്ങളാണോ യമധർമ്മൻ? ധർമ്മമൂർത്തിയല്ലേ നിങ്ങൾ? ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ് ഈ കുന്തത്തിൽ ഇങ്ങനെ കുറക്കപ്പെട്ട് കിടക്കുന്ന ഇത്രയധികം വേദന ഞാൻ അനുഭവിക്കാൻ എന്താ കാരണം? അപ്പൊ ധർമ്മം പറഞ്ഞു, അവനവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമാണ് എല്ലാവരും അനുഭവിക്കുന്നത്. അങ്ങ് ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് അങ്ങ് അനുഭവിക്കുന്നത്. ഞാൻ ഏത് കർമ്മം ചെയ്തു എന്നാ പറയണേ? ഏത് ജന്മത്തിലാണ് ഞാൻ ഇത്രയും ഘോരമായിരിക്കുന്ന ഈ വേദന അനുഭവിക്കത്തക്ക വണ്ണമുള്ള ദുഷ്കർമ്മം ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ധർമ്മരാജാവ് പറഞ്ഞത്, കഴിഞ്ഞ ജന്മത്തിലൊന്നുമല്ല, ഈ ജന്മത്തിൽ അങ്ങ് കുട്ടിയായിരിക്കുമ്പോൾ ഈ ചിത്രപതംഗങ്ങളെ പിടിച്ച്, ചിത്രശലഭങ്ങളെ പിടിച്ച്, കൊച്ചു കൊച്ചു പക്ഷികളെയൊക്കെ പിടിച്ച് അതിൻ്റെ പിന്നിലൂടെ ഇഷീകപ്പുല്ല് കുത്തിക്കയറ്റും. അത് പെടയുന്നത് കാണുമ്പോൾ അങ്ങ് കൈപിടിച്ചിരിക്കും. അങ്ങനെ ചെയ്തതായ കുട്ടിക്കാലത്തെ പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് അങ്ങിപ്പോ ചെയ്യാത്ത തെറ്റിന് ഈ കുന്തത്തിൽ കോട്ടപ്പെട്ട് കിടക്കുന്നത്. ഇത് കേട്ടപ്പോൾ അണിമാണ്ഡവൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഇതെന്തൊരു ന്യായം! കുട്ടിക്കാലത്ത് യാതൊരു വിവരവും ഇല്ലാത്ത ശരിയേത് തെറ്റേത് എന്ന് അറിയാൻ കഴിയാത്തതായ പ്രായത്തിൽ ഞാൻ ചെയ്തതായ ഏതോ കർമ്മത്തിന്റെ ഫലമായിട്ട് ഇത്രയും ഘോരമായ ശിക്ഷയോ? ഹേ യമധർമ്മരാജാവേ, തിരുത്തണം, നിയമം മാറ്റി എഴുതണം. ഇതാണ് ധർമ്മമെങ്കിൽ അങ്ങ് നിയമം മാറ്റി എഴുതണം. കാരണം ബാല്യകാലത്ത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏതാണ് ധർമ്മം ഏതാണ് അധർമ്മം എന്നറിയുകയില്ല. ആ സമയത്ത് കുട്ടികൾ എന്തെങ്കിലും അധർമ്മം ചെയ്താൽ അവരെ ആ അധർമ്മത്തിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടത് അച്ഛനമ്മമാരാണ്. അതുകൊണ്ട് ബാല്യകാലത്ത് കുട്ടികൾ ചെയ്യുന്ന തെറ്റിന്റെ ഫലം അച്ഛനമ്മമാരനുഭവിക്കണം. ഇനി കൗമാര കാലഘട്ടത്തിൽ കുട്ടികൾ പഠിക്കുന്ന കാലമാണ്. അവരെ ശരി തെറ്റ് എന്ത് എന്ന് അവരെ ബോധിപ്പിച്ച് അവരെ നേർവഴിക്ക് നടത്തേണ്ടത് അധ്യാപകരാണ്. അതുകൊണ്ട് കൗമാര കാലഘട്ടത്തിൽ കുട്ടികൾ ചെയ്യുന്ന തെറ്റിന്റെ ഫലം അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ അനുഭവിക്കണം. ഇന്നത്തെ കാലത്ത് ആണെങ്കിൽ കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് നരകത്തിൽ നിന്ന് ഇറങ്ങാൻ നേരം ഉണ്ടാവില്ല. അത് വേറെ കാര്യം. ഇനി യൗവന കാലഘട്ടത്തിൽ മനുഷ്യർ ചെയ്യുന്ന തെറ്റിന്റെ ഫലം അവരവർ തന്നെ അനുഭവിക്കണം. രാമായണത്തിൽ പറഞ്ഞതുപോലെ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചു. അപ്പൊ ഈ വയസ്സായി കഴിഞ്ഞാൽ കുറച്ച് തെറ്റൊക്കെ ചെയ്യാന്ന് വിചാരിച്ചാൽ
വയസ്സാം കാലത്ത് ചെയ്യുന്ന തെറ്റിന്റെ ഫലം അവരുടെ സന്തതി പരമ്പരകൾ അനുഭവിക്കണം. ഇനി ഈ ധർമ്മരഹസ്യം അറിയാതെ നീ എനിക്കിങ്ങനെ ശിക്ഷ വിധിച്ചില്ലേ, അതുകൊണ്ട് നീ ഭൂമിയിൽ പോയി ജനിക്കും, ഒരു ശൂദ്രകുലത്തിൽ നീ ജനിക്കും. കൺമുമ്പിൽ അധർമ്മം നടക്കുന്നത് കണ്ടിട്ട് അതിനെ തടുക്കാൻ കഴിയാതെ ലോകത്തിന് മുഴുവൻ ധർമ്മം ഉപദേശിച്ച് നിന്റെ ജീവിതം അങ്ങനെ ധർമ്മത്തിന് വേണ്ടി ജീവിച്ചു തീർക്കും. അന്ന് നീ അറിയപ്പെടുക വിതുരൻ എന്നാണ്. ഇപ്പൊ മഹാഭാരതത്തിലേക്കുള്ളൊരു വാതിൽ തുറന്നിട്ടു ഈ കഥ, അല്ലേ? മഹാഭാരതം എന്ന ഇതിഹാസത്തിലേക്കുള്ള വാതിലാണ്, വിതുരന്റെ ജനനത്തിന് കാരണമായ കഥയാണ്. ഈ സമയത്ത് ലീലാവതിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി പോയത് അനസൂയയാണ്, അത്രി മഹർഷിയുടെ ധർമ്മപത്നി. അനസൂയ ചെന്ന് ലീലാവതിയോട് പറഞ്ഞു, ലീലാവതി, നീ ഈ ശാപം തിരിച്ചെടുക്കുക, സൂര്യൻ ഉദിക്കട്ടെ, ലോകം മുഴുവൻ ഇരുട്ടിലാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ ലീലാവതി പറഞ്ഞു, സൂര്യൻ ഉദിച്ചാൽ എൻ്റെ ഭർത്താവ് മരിക്കും. അപ്പൊ അതെങ്ങനെ ശരിയാവും? ഞാൻ നിന്റെ ഭർത്താവിനെ ജീവിപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ ലീലാവതി വേഗം ശാപം തിരിച്ചെടുത്തു. സൂര്യൻ ഉദിച്ചു, ലീലാവതിയുടെ ഭർത്താവ് മരിച്ചു. അനസൂയ തൻ്റെ പാതിവൃത്യത്തിൻ്റെ പുണ്യം കൊണ്ട് ആ ലീലാവതിയുടെ ഭർത്താവിനെ പുനർജീവിപ്പിച്ചു. അങ്ങനെ അനസൂയ ലോകത്തിന് വേണ്ടി ഈ മഹത്തരമായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്തപ്പോൾ ത്രിമൂർത്തികള് ഈ അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ അനസൂയയെ കാണാനായിട്ട് വന്നു. എന്ത് വരാവേണ്ടേ ചോദിച്ചു. അപ്പൊ അത്രി മഹർഷി പറഞ്ഞു, ഞങ്ങൾക്ക് സന്താനങ്ങളാണ് വേണ്ടത്. അനസൂയെ പോലെ ഒരു സ്ത്രീയെ അമ്മയായി കിട്ടാൻ കൊതിച്ചുകൊണ്ട് ത്രിമൂർത്തികൾ അനസൂയയുടെ മക്കളായി ജനിച്ചു. അങ്ങനെയാണ് അത്രി മഹർഷിക്ക് അനസൂയയിൽ ബ്രഹ്മാവ് സോമനായി അവതരിച്ചു, സാക്ഷാൽ മഹാവിഷ്ണു ദത്താത്രേയനായി അവതരിച്ചു, ശ്രീ പരമേശ്വരൻ ദുർവാസാവായി അവതരിച്ചു. അതിൽ ദുർവാസാവ് ജനിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തീർത്ഥാടനം എന്നും പറഞ്ഞൊരു പോക്ക് പോയി. പിന്നെ ഇങ്ങനെ അലഞ്ഞു നടക്കലായിരുന്നു ദുർവാസാവിന്റെ ജീവിതം. ദത്താത്രേയനാകട്ടെ ജന്മനാ തന്നെ സകല വേദങ്ങളും തെളിഞ്ഞവനായിരുന്നു. അതുകൊണ്ട് മഹത്തരമായിരിക്കുന്ന ക്രിയായോഗത്തിന്റെ വക്താവായി അങ്ങനെ ഈ കാർത്തവീര്യാർജുനന്റെ പുരോഹിതനാവുന്നതിന് മുമ്പ് ദത്താത്രേയൻ ദേവന്മാർക്ക് വേണ്ടി അസുരന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടി ദേവന്മാരെ അനുഗ്രഹിച്ചു. അത് ഈ കാർത്തവീര്യാർജുനന് പറഞ്ഞു കൊടുക്കുന്ന കഥയാണ്. ദത്താത്രേയന്റെ മഹത്വം എന്താണ്? ഈ ദത്താത്രേയൻ എപ്പോഴും ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ച് നടക്കുമ്പോൾ മഹാജ്ഞാനിയാണല്ലോ. അദ്ദേഹത്തിന് പിന്നാലെ ഈ ശിഷ്യഗണങ്ങൾ എപ്പോഴും അദ്ദേഹത്തോട് ഓരോ ചോദ്യം ചോദിച്ച് പിന്നാലെ ദത്താത്രേയന് ദേഷ്യം വന്നു. ദത്താത്രേയൻ ഈ ശിഷ്യന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, ചോദ്യം ചോദിക്കുന്നവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു തടാകത്തിന് ഉള്ളിൽ പോയി ഒളിച്ചു. ആ സമയത്താണ് അസുരന്മാര് ദേവലോകത്തെ കീഴ്പ്പെടുത്തി. ദേവന്മാരെ എങ്ങനെയാണ് ഈ അസുരന്മാരെ ജയിക്കാൻ ചോദിച്ചപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ദത്താത്രേയനെ ഗുരുവായി വിളിച്ചാൽ നമുക്ക് ഈ അസുരന്മാരെ ജയിക്കാമെന്ന്. അപ്പൊ ദേവന്മാരെല്ലാവരും കൂടി ഈ ദത്താത്രേയന്റെ അരികിലെത്തി. അപ്പൊ നോക്കുമ്പോൾ കാണുന്നത് എന്താ? ഈ ശിഷ്യന്മാര് ദത്താത്രേയനെ ഗുരോ 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 എന്ന് വിളിച്ച് തടാകത്തിന്റെ തീരത്ത് നിന്നപ്പോൾ ദത്താത്രേയൻ വിചാരിച്ച് ശിഷ്യന്മാരെയൊക്കെ ഓടിക്കണം എന്ന് വിചാരിച്ചിട്ട് ദത്താത്രേയൻ എന്ത് ചെയ്തു? തടാകത്തിൽ നിന്ന് പൊങ്ങി വന്നു. ഒരു കയ്യിൽ മദ്യകുംഭം, മറ്റേ കയ്യിൽ ഒരു സുന്ദരിയായ പെൺകുട്ടി. എന്നിട്ട് ഈ മദ്യം ഇങ്ങനെ കുടിച്ചുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ടാണ് ദത്താത്രേയൻ പൊങ്ങി വന്നത്. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരൊക്കെ അയ്യയ്യേ, ഇയാള് ഒരു സ്ത്രീയെ ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുന്നു, മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഇയാളൊരു മദ്യപാനിയാണ്, സ്ത്രീ സംഘം കൊതിക്കുന്നവനാണ്, ഇങ്ങനെ ഒരു ഗുരുവിനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് ശിഷ്യന്മാരൊക്കെ ഓടിപ്പോയി. ഇത് യഥാർത്ഥത്തിൽ ദത്താത്രേയന്റെ ഒരു മായയായിരുന്നു. മദ്യകുംഭം എന്ന് പറയുന്നത് അമൃതായിരുന്നു, കയ്യിലുള്ള സ്ത്രീ സാക്ഷാൽ മഹാലക്ഷ്മിയായിരുന്നു. വീണ്ടും ദത്താത്രേയൻ തടാകത്തിന്റെ അടിത്തട്ടിൽ പോയ സമയത്താണ് ദേവന്മാരുടെ വരവ്. ദേവന്മാർ വന്ന് ദത്താത്രേയ മനുഷ്യ സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ ദത്താത്രേയൻ അതേ രൂപത്തിൽ തന്നെ പൊങ്ങി വന്നു. അപ്പൊ ദേവന്മാർക്ക് ആളെ മനസ്സിലായി. അതുകൊണ്ട് ദേവന്മാർ വീണ്ടും അവര് ദത്താത്രേയനെ നമസ്കരിച്ചപ്പോൾ ദത്താത്രേയൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നിങ്ങൾ അസുരന്മാരെയൊക്കെ വെല്ലുവിളിക്കുക, എന്നിട്ട് ഇങ്ങോട്ട് ഓടിപ്പോരുക എൻ്റെ ആശ്രമത്തിൽ, അസുരന്മാർ ഇവിടെ വരട്ടെ, അപ്പൊ ഞാൻ വേണ്ട പോലെ ചെയ്യാമെന്ന്. ദേവന്മാർ ഇപ്പം എന്താ ചെയ്യാൻ? ഇത്രയധികം ആയുധങ്ങളുള്ള ദേവന്മാർക്ക് പരാജയപ്പെടുത്താൻ പറ്റാത്ത ഈ അസുരന്മാരെയൊക്കെ ഈ ദത്താത്രേയൻ ഒറ്റയ്ക്ക് എങ്ങനെ നേരിടാനാണ് എന്നൊക്കെ അവര് ചിന്തിച്ചുവെങ്കിലും ബ്രഹ്മാവ് പറഞ്ഞതനുസരിച്ച് ദേവന്മാരെല്ലാവരും ഈ അസുരന്മാരെ പോയി വെല്ലുവിളിച്ചു. ആ വെല്ലുവിളിച്ച സമയത്ത് അസുരന്മാരൊക്കെ സകല ആയുധങ്ങളും വേണ്ടി
പല പല വാഹനങ്ങളിലായി ദേവന്മാർക്ക് പിന്നാലെ വന്നു. ദേവന്മാർ ഓടാൻ തുടങ്ങി. ഓടി 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 ദത്താത്രേയന്റെ ആശ്രമത്തിലെത്തി. ദത്താത്രേയന്റെ ശരണം പ്രാപിച്ചപ്പോൾ ദത്താത്രേയൻ വേഗം എന്ത് ചെയ്തു? ഈ അസുരന്മാരുടെ മുമ്പിൽ അങ്ങ് വന്നു നിന്ന് എന്നിട്ട് അസുരന്മാരോട് പറഞ്ഞു, നിങ്ങളിൽ ഞാൻ പ്രീതനായിരിക്കും, നിങ്ങൾക്ക് എന്താ ഞാൻ ചെയ്തു തരണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ അസുരന്മാരെയൊക്കെ കണ്ണ് ദത്താത്രേയന്റെ ഒക്കത്തിരിക്കുന്ന പെൺകുട്ടിയിലാണ്. ദത്താത്രേയന്റെ ഒരു മായയാണ്. ആ മായയിൽപ്പെട്ട അസുരന്മാരൊക്കെ ഇവളെ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പൊ ദത്താത്രേയൻ പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങൾ കൊണ്ടക്കോളൂ എന്ന് പറഞ്ഞത് ഈ അസുരന്മാര് ഞാൻ എടുക്കാം എന്ന് പറഞ്ഞ് പരസ്പരം കലഹിച്ചു. അതിലൊരു അസുരൻ ഈ മഹാലക്ഷ്മിയെ അങ്ങോട്ട് ദത്താത്രേയന്റെ കയ്യിൽ നിന്നും ഇങ്ങോട്ട് പിടിച്ചു വാങ്ങി. എന്നിട്ടോ നേരെ തലയിൽ വെച്ച് ഓടാൻ തുടങ്ങി. അസുരന്മാരിങ്ങനെ മഹാലക്ഷ്മിയെ മാറി മാറി തലയിൽ വെച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ദേവന്മാരിൽ നിന്ന് നോക്കുമ്പോൾ ദത്താത്രേയൻ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പൊ ചോദിച്ചത് എന്താ ഒരു അവരെ പരാജയപ്പെടുത്താമെന്നും പറഞ്ഞിട്ട് അങ്ങ് വന്നിട്ട് ഇങ്ങനെയൊക്കെയാണോ ചെയ്തത്? ഇതെന്താ ഇതിന്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞപ്പോൾ ദത്താത്രേയൻ പറഞ്ഞു, മനസ്സിലാവാനൊന്നും ഇപ്പൊ നോക്കി കണ്ടോളൂ. അവൻ സാക്ഷാൽ ലക്ഷ്മി ദേവിയെ തലയിലാണ് എടുത്തിരിക്കുന്നത്. ലക്ഷ്മിയെ തലയിൽ വെച്ചാൽ 7 ചുവട് വെക്കുമ്പോഴേക്കും അവനത് നശിച്ചു പോകും. നിങ്ങൾ യുദ്ധമൊന്നും ചെയ്യണ്ട എന്ന് ദത്താത്രേയൻ പറഞ്ഞു. പറഞ്ഞത് പ്രകാരം അസുരന്മാർ ലക്ഷ്മിയെ തലയിലേക്ക് ഓടുമ്പോൾ 7 ചുവട് വെച്ചതും ഈ അസുരന്മാരൊക്കെ ശ്രീയില്ലാത്തവരായി. ലക്ഷ്മി ദേവി അവരെയൊക്കെ വിട്ടുപോയി. അതോടുകൂടി വീര്യം, ഓജസ്, തേജസ് സകലതും നഷ്ടപ്പെട്ടവരായിട്ടിരുന്നു ഈ അസുരന്മാർ. എന്നിട്ട് പറയുകയാണ്, ഈ സ്വർണം തലയിൽ വെച്ചാൽ അവരുടെ സർവ ഐശ്വര്യങ്ങളും നശിക്കും. കാലിൽ വെച്ചാൽ അവർക്ക് നല്ല വീട് ലഭിക്കും. മടിയിൽ വെച്ചാൽ മക്കൾ അരഞ്ഞാണമായിട്ടിട്ടാൽ മക്കൾ ഉണ്ടാവും, സന്താന സൗഭാഗ്യം ഉണ്ടാവും. ഹൃദയത്തിൽ ചേർത്താൽ മനോരാജ്യങ്ങളെല്ലാം സഫലമാവും. കണ്ഠത്തിൽ വെച്ചാൽ കുടുംബൈക്യം ഉണ്ടാവും. മുഖത്തിൽ നല്ല വാക്കും സൗന്ദര്യവും ഉണ്ടാവും. ശിരസിൽ വെച്ചാൽ സർവൈശ്വര്യങ്ങളും ഇല്ലാതാകും. ഇങ്ങനെ സ്വർണത്തെക്കുറിച്ച്, ലക്ഷ്മിയെക്കുറിച്ച് ഒരു ഉപാഖ്യാനത്തോടു കൂടിയാണ് കാർത്തവീര്യാർജുനന്റെയും ദത്താത്രേയന്റെയും കഥ ആരംഭിക്കുന്നത്. ആ കഥ ഞാൻ മുഴുവൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞതാണ്. പരശുരാമന്റെ കഥ. മാർക്കണ്ഡേയ പുരാണവും വളരെ വിശേഷമായിരിക്കുന്ന വരാഹപുരാണത്തിലെ തീർത്ഥമാഹാത്മ്യം മുതലായിരിക്കുന്ന കഥകളും ഒക്കെ നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞു തന്നു കഴിഞ്ഞു. മാത്രമല്ല നമ്മുടെ ഇന്ന് ഉച്ചയ്ക്ക് വായുപുരാണത്തിലെ നീലകണ്ഠസ്തവം മുതലായിരിക്കുന്ന സ്തവവും അതിൻ്റെ പ്രകരണങ്ങളും ഒക്കെ വേണ്ടതുപോലെ കേട്ടു. ഈ മഹത്തരങ്ങളായിരിക്കുന്ന കഥകൾ ഇനി ബാക്കിയുള്ള പുരാണങ്ങൾ കൂടിയും, ഒപ്പം ഇവിടെ വായിച്ചുകൊണ്ടിരിക്കുന്ന വായുപുരാണവും ശിവപുരാണവും അതിലെ പ്രധാനപ്പെട്ട കഥാസന്ദർഭങ്ങളും ഒക്കെ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കേൾക്കാം. ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലൂടെ ഈ വാക്കുകൾ മാരാരിക്കുളത്തപ്പൻ്റെ പാതാരൂപത്തിലേക്ക് സമർപ്പിക്കും.